നമസ്കാരം. മാർക്ക് ഫെല്ലർ യാൻ ഗസ്മാന്റെ വസതിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് യഥാർത്ഥത്തിൽ കാൻ സിറ്റിയിൽ അവിടെ സെന്റ് കൺഫ്യൂഷൻ സെക്ഷനിൽ മാർക്ക് എത്തിയ വിവരം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട അനവധി ആളുകൾ അവിടെ ആ സെക്ഷനകത്തുണ്ട്. അവർ മാർക്ക് വന്നു പോയ ആ നിമിഷത്ത് തന്നെ പ്രസിഡന്റ് ക്യൂഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ക്യൂഷിനൻ അനവധി ആളുകളെ ആ നിമിഷത്ത് തന്നെ കാൻ സിറ്റിയിലേക്ക് അയക്കുകയും ചെയ്തു. ന്യൂ സെറസിൽ നിന്ന് ഒരു ടീം കാൻ സിറ്റിയിലേക്ക് യാത്ര തിരിച്ച അതേ സമയത്താണ് കാൻ സിറ്റിയിൽ നിന്ന് മാർക്ക് ന്യൂ സെറസിൽ വന്നിറങ്ങുന്നത്. ന്യൂ സെറസിലെത്തിയ മാർക്കിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഷിയ ഹാങ്ങിനെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക. പക്ഷേ പെട്ടെന്ന് ഷിയ ഹാങ് മാർക്കിനെ പിടികൂടിയാൽ ആർക്കെങ്കിലും അതിൽ സംശയം തോന്നാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മാർക്ക് ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി നേരെ യാൻ ഗസ്മാന്റെ വീട്ടിലെത്തുന്നത്. മാർക്ക് യാൻ ഗസ്മാന്റെ വീട്ടിലെത്തുമ്പോൾ ഗസ്മാൻ അയാളുടെ ഇടത് കൈ പതുക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അയാളുടെ രണ്ട് കൈയും ഉണ്ടായിരുന്ന സമയത്ത് അയാളുടെ കയ്യിൽ എപ്പോഴും രണ്ട് കറുത്ത ബോളുകൾ കാണും. ബ്ലാക്ക് ഗോൾഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട രണ്ട് ബോളുകൾ, രണ്ട് മാന്ത്രിക ബോളുകളാണ്. ആ ബോളുകൾ യാൻ ഗസ്മാൻ മാർക്കിനെയും കൂട്ടരെയും പിടികൂടാൻ വേണ്ടി ഹെക്ടർ ചെങ്ങിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ഹെക്ടർ ആ ബോളുകൾ കൊണ്ടുപോയതിനു ശേഷം ഗസ്മാന് കയ്യിൽ എന്തോ ശൂന്യത അനുഭവപ്പെട്ടപ്പോൾ അയാൾ രണ്ട് വാലറ്റ് സംഘടിപ്പിച്ച് ആ വാലറ്റ് ഇടത് കയ്യിലിട്ട് പതുക്കെ പതുക്കെ അനക്കിക്കൊണ്ടിരിക്കും. കൈ അങ്ങനെ അനക്കില്ലെങ്കിൽ യാൻ ഗസ്മാന് എന്തോ നഷ്ടപ്പെട്ട ഫീൽ ഉണ്ടാവും. ഗസ്മാൻ വീടിനകത്ത് ആ സ്വീകരണ മുറിയിൽ അങ്ങനെ കൈകൊണ്ട് അനക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നി. അയാൾ ഇരുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വന്നു. അയാൾ ഒരു കൈ കൊണ്ട് വാലറ്റ് രണ്ടും പതുക്കെ പതുക്കെ അനക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുന്നിലെ ടേബിളിൽ ഒരു ജഗ് ഇരിപ്പുണ്ട്. ആ ജഗ്ഗിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് പകരണം. ഇടത് കൈയിൽ ഈ വാലറ്റ് വെച്ച് കളിക്കുന്ന ഗസ്മാൻ വലത് കൈ ആ ജഗ്ഗിനേക്ക് നേരെ നീട്ടിയപ്പോഴാണ് പെട്ടെന്ന് ഗസ്മാൻ വല്ലാണ്ടായത്. അയാൾ അറിയാതെ വലതു ഭാഗം നീട്ടിയതാണ്. വലതു ഭാഗത്ത് അയാളുടെ ഷർട്ട് മാത്രമേ ഉള്ളൂ, അതിനകത്ത് കൈയില്ല. ആ കൈ മാർക്ക് ഫെല്ലറുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ അയാൾക്ക് നഷ്ടമായതാണ്. ശൂന്യമായ ആ ഷർട്ടിന്റെ കൈ അയാളിങ്ങനെ നീക്കിയപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അതേ സമയത്ത് ഒരു ദേഷ്യം തോന്നുകയാണ്. ആ മാർക്ക് അവൻ കാരണമാണ് എൻ്റെ കൈ പോയത്. അങ്ങനെ തോന്നിയതും അയാൾ ആ വാൽനട്ടുകൾ മേശപ്പുറത്ത് വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് ജഗ് എടുത്ത് പതുക്കെ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് തൊട്ടു പുറകിൽ നിന്ന് ഒരു ശബ്ദം, ഹേയ് ഗസ്മാൻ, കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. ശബ്ദം കേട്ട് ഞെട്ടിപ്പോയ യാൻ ഗസ്മാൻ തിരിയുമ്പോൾ അയാൾ കാണുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. ആരെക്കുറിച്ചാണോ താനിപ്പോ മനസ്സിൽ വിചാരിച്ചത് ആ ആളിതാ തൻ്റെ മുറിയിൽ തൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഭയന്നുപോയ വിറച്ചുപോയ ഗസ്മാന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അറിയാതെ ആ ജഗ് അങ്ങ് താഴെ വീണു. തറയിലേക്ക് വേണം ജഗ്ഗിലേക്കും മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ഗസ്മാൻ മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇവിടേക്ക് വന്നത്? ഹേ ഗസ്മാൻ, എനിക്ക് ധൈര്യമുള്ളത് കൊണ്ടാണല്ലോ ഞാനിവിടെ വന്നത്. മാർക്ക്, നീ ഇനി രക്ഷപ്പെടില്ല. നിന്നെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ നോട്ടമിട്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല, അധികാരികൾ നോട്ടമിട്ടിരിക്കുകയാണ്. ഹേയ് ഗസ്മാൻ, എനിക്ക് അതറിയാം. എന്നെന്തായാലും അവർ പിടികൂടും. അതിനു മുമ്പ് നിന്നെങ്ങ് തീർക്കാന്ന് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. മാർക്ക് വളരെ കൂളായി അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഭയം യാൻ ഗസ്മാൻ ഉണ്ടായി. യാൻ ഗസ്മാൻ അതിശക്തനാണ്, എന്നാലും മാർക്കിന്റെ വാചകം അയാളെ ഒന്ന് ഭയപ്പെടുത്തി എന്ന് പറയാം. മാർക്ക് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അതിവേഗം കൈ ഉയർത്തി ഒരു ഒറ്റ ഇടി. മാർക്ക് അവനെ ആഞ്ഞിടിക്കുന്ന കണ്ടതും ഗസ്മാൻ ഇടത് കൈകൊണ്ട് മാർക്കിന്റെ ആ ഇടിയെ പ്രതിരോധിച്ചു. രണ്ടുപേരും അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിക്കുന്നത്. മാർക്ക് ഗസ്മാന് വളരെ അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മാർക്കിന്റെ ആ ഇടി ഗസ്മാൻ ഇടത് കൈകൊണ്ട് തടുത്തപ്പോൾ ഗസ്മാൻ ഏതാനും അടി പുറകിലോട്ട് ഇങ്ങ് തെറിച്ചു. പുറകിലോട്ട് തെറിച്ച ഗസ്മാന് വല്ലാത്തൊരു അമ്പരപ്പ്. ഗസ്മാൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് ഇതെങ്ങനെ പറ്റി? മാർഷൽ ആർട്സ് അക്കാഡമിയുടെ മുന്നിൽ നടന്ന ഫൈറ്റിൽ 12 ബ്ലാക്ക് ഗോൾഡ് വസ്ത്രധാരികൾ മാർക്കിനെ നേരിട്ട സമയത്ത് യാൻ ഗസ്മാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഗസ്മാൻ
ആ ഫൈറ്റിൽ പങ്കെടുത്തിരുന്നില്ല. ഗസ്മാനും മാർക്കും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ടായിരുന്നത് ആ ലേലം വിളി നടന്ന സ്ഥലത്താണ്. അവിടെ ഗസ്മാനൊപ്പം ഉണ്ടായിരുന്ന ആ 2 ബ്ലാക്ക് റോബുധാരികളാണ് അന്ന് മാർക്കുമായി എതിരിട്ടത്. ഗസ്മാൻ മാർക്കിനോട് എതിരിടാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഗസ്മാൻ യഥാർത്ഥത്തിൽ അവസാനമായി മാർക്കിന് നേരിട്ടത് ഇമോർട്ടൽ സ്ലെയിങ് സെഷനകത്ത് വെച്ചാണ്. അന്ന് മാർക്ക് അയാളുടെ വലത് കൈ കത്തിച്ചപ്പോൾ അയാൾ ഇടത് കൈ കൊണ്ട് ആ കൈ വലിച്ച് ഊരിക്കളഞ്ഞതാണ്. ആ സംഭവത്തിന് ശേഷം അവർ തമ്മിൽ വീണ്ടും ഇതാ നേർക്കുനേർ ഫൈറ്റ് ചെയ്യുകയാണ്. ഇമോർട്ടൽ സ്ലെയിങ് സെഷനകത്ത് വെച്ച് മാർക്കിനെ നേരിട്ട സമയത്ത് മാർക്കിന്റെ പഞ്ചിന്റെ പവർ എത്രയുണ്ടെന്ന് അറിഞ്ഞ വ്യക്തിയാണ് ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ. പക്ഷെ ഇപ്പോ മാർക്ക് വളരെ കാഷ്വലായി പഞ്ച് ചെയ്തപ്പോ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പവർ മാർക്കിനെ ആ പഞ്ചിൽ ഗസ്മാന് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഗസ്മാൻ അങ്ങനെ ചോദിച്ചത്. ഗസ്മാന്റെ ചോദ്യം കേട്ടതും മാർക്ക് ഗസ്മാനോട് പറഞ്ഞു, ഹേയ് ഗസ്മാൻ, സത്യമായിട്ടും എനിക്ക് നിങ്ങളോട് ഒരു നന്ദി പറയണമെന്നുണ്ട്. നിങ്ങൾ അന്ന് എന്നെ ആ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനകത്ത് അടച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ നിധി കിട്ടില്ലായിരുന്നു. നിധിയോ? എന്ത് നിധി? ഓ, ആ കഥയൊക്കെ പറയാൻ നിന്നാൽ അത് ഒരുപാട് സമയമെടുക്കും. അതിനൊന്നും എനിക്ക് തൽക്കാലം സമയമില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ആ സ്പെഷ്യാലിറ്റി ആക്ഷൻ പുറത്തെടുക്കാൻ പോവുകയാണ്. മാർക്കിന്റെ ബോഡി പെട്ടെന്നൊന്ന് തിളങ്ങി. ഒരു സുവർണ പ്രകാശം മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടായി. ആ സുവർണ പ്രകാശം അതിവേഗം മാർക്കിന്റെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. മാർക്ക് ആബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസ് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വ്യക്തം. അത് കണ്ടതും യാൻ ഗസ്മാൻ ശരിക്കൊന്ന് വിറച്ചു. മാർക്കിന്റെ ആ പഞ്ചിന്റെ പവർ അയാൾക്ക് നല്ല അനുഭവമുള്ളതാണ്. മാർക്കിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചുള്ള ഇടി പോലും അയാൾക്ക് ഇപ്പോൾ തടുക്കാൻ പറ്റിയില്ല. മാർക്കിന്റെ ആ ഫുൾ പവർ വരുന്ന ആ സുവർണ പ്രകാശം കൊണ്ടുള്ള ഇടി അയാളുടെ പുറത്തു വീണാൽ അയാൾ അവസാനിക്കുമെന്ന് ഒരു തോന്നൽ യാൻ ഗസ്മാനുണ്ട്. യാൻ ഗസ്മാൻ ശരിക്കും പെട്ടതുപോലെയാണ്. പക്ഷേ അയാൾക്ക് ഓടി രക്ഷപ്പെടാനും പറ്റില്ല. അയാൾ എന്തും വരട്ടെന്ന് കരുതി അയാളുടെ മുഴുവൻ ശക്തിയും അയാളുടെ ഇടത് കൈയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അയാളുടെ ഇടത് കൈയിൽ അയാളുടെ ശക്തി മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പവർ മാർക്കിനെതിരെ തൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അയാൾക്കറിയാം മാർക്കിന്റെ വലത് കൈയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രകാശത്തെ തടുക്കാൻ അയാൾക്ക് അതുകൊണ്ട് പറ്റില്ല. മാർക്ക് ഫെല്ലർ കൂളായിട്ട് വലത് കൈയുടെ ഒരു അച്ചയിടി മാർക്കിന്റെ ആ ആബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസ് ഒരു സുവർണ പ്രകാശം തന്നെ അവിടെ സൃഷ്ടിച്ചു. മാർക്ക് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അതിശക്തമായ ആ പ്രകാശം ക്യാപ്റ്റൻ യാൻ ഗസ്മാനെതിരെ പാഞ്ഞു വരികയാണ്. യാൻ ഗസ്മാന്റെ ആ ഡിഫൻസിനെ തകർത്തുകൊണ്ട് ആ പ്രകാശം യാൻ ഗസ്മാന്റെ പുറത്ത് വീഴാൻ പോയ ആ നിമിഷത്തിൽ ആ പ്രകാശത്തെ ഒരു കറുത്ത ബോള് പെട്ടെന്നങ്ങ് തടഞ്ഞു. തുറന്നു കിടന്ന വാതിലിലൂടെ അതിവേഗതയിൽ ഒരു പന്ത് അവിടേക്ക് കടന്നു വരികയായിരുന്നു. ആ കറുത്ത ബോള് മാർക്കിന്റെ പ്രകാശത്തിൽ ഇടിച്ചതും അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനത്തിൽ ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ കുറച്ച് പുറകോട്ടങ്ങ് തെറിച്ചു. ആരോ ഒരാൾ തന്റെ ആക്ഷനെ തടസ്സപ്പെടുത്തിയെന്ന് മനസ്സിലായതും മാർക്ക് ഫെല്ലർ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അയാൾക്ക് പരിചയമുള്ള ഒരു രൂപത്തെ കണ്ടു. സാക്ഷാൽ ഹെക്ടർ ടെങ് അവിടെ നിൽക്കുകയാണ്. ഹെക്ടർ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഏ മാർക്ക്, അങ്ങനെ നമ്മൾ വീണ്ടും കാണുകയാണ്. ഹെക്ടർ, നീ വന്നത് എന്തായാലും നന്നായി. നിന്നെ കൂടി അങ്ങ് തീർക്കാൻ ഞാനൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ മാർക്ക് പറഞ്ഞു. ഹെക്ടർ അവന്റെ കൈയൊന്ന് അനക്കി. ആ നിമിഷത്തിൽ ആ കറുത്ത ബോൾ അവന്റെ കയ്യിലേക്ക് വന്നു. ആ നിമിഷം തന്നെ അവൻ കൈ ഒന്ന് ഞൊടിച്ചതും ആ ബാള് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവന്റെ കൈവശമുള്ള ആ മാന്ത്രിക നിലവറയിലേക്ക് ഹെക്ടർ ആ ബാളുകൾ ഒന്ന് മാറ്റി. അതേ നിമിഷത്തിൽ അവൻ കൈയൊന്ന് ഉയർത്തിയതും അവന്റെ കയ്യിൽ ഒരു കുന്തം പ്രത്യക്ഷപ്പെട്ടു. അവന്റെ നിലവറയിൽ നിന്ന് അവൻ പുറത്തെടുത്തത് ശരിക്കും നല്ല തിളക്കമുള്ള ഒരു കുന്തമാണ്. നല്ല നീളമുള്ള തിളക്കമുള്ള ആ കുന്തം കയ്യിലെടുത്ത ഹെക്ടർ ടെങ് മാർക്കിനോട് പറഞ്ഞു, ഏ മാർക്ക്, നിന്റെ അവസാനം ഇന്ന് ഇവിടെ ഇപ്പൊ സംഭവിക്കും. ഹേയ് ഹെക്ടർ, അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കൈ നിവർത്തി ഒരു അറ്റയിടി. മാർക്കിന്റെ ആബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസ് മാർക്ക് ഒരു തവണ കൂടി അന്ന് ആക്ടിവേറ്റ് ചെയ്തതാണ്. മാർക്കിന്റെ അതിശക്തമായ പഞ്ചിനെ ഹെക്ടർ അവന്റെ കുന്തം കൊണ്ടാണ് നേരിട്ടത്. അവൻ ആ കുന്തം ഒന്ന് അനക്കിയതും അതിൽ നിന്ന് ശക്തമായ പ്രകാശം
മാർക്കിന്റെ ആ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് നേരെ വന്നു. അവ തമ്മിൽ കൂട്ടിമുട്ടിയതും ആ മുറി മുഴുവൻ ശരിക്കും പ്രകാശമാവുകയാണ്. അത് കണ്ടതും മാർക്കിന്റെ വലത് കൈയിൽ നിന്ന് ഉയർത്തി. ഉടൻ മാർക്കിന്റെ വലത് കൈയിലേക്ക് ആ രക്തത്തിന് നിറമുള്ള മാർക്കിന്റെ ആ ബ്രൗൺ സോഡ് വന്നു. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിൽ വെച്ച് മാർക്ക് മോഡിഫൈ ചെയ്തെടുത്ത ആ ബ്രൗൺ സോഡ് ഇപ്പോ നല്ല ചുവപ്പ് നിറത്തിലാണ്. ആ സോഡ് മാർക്കിന്റെ കയ്യിലേക്ക് കിട്ടിയതും മാർക്ക് ആ സോഡ് രണ്ട് കൈ കൊണ്ട് പിടിച്ചു. മറുഭാഗത്ത് ഹെക്ടർ ടെങ് ആ കുന്തവുമായി അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും ആ കുന്തം ഒരു ഡിവൈൻ വെപ്പണാണെന്ന് ആ വെപ്പണിൽ നിന്ന് മാർക്കിന് നേരെ ആ പ്രകാശം പാഞ്ഞപ്പോഴേ മാർക്കിന് ബോധ്യമായതുകൊണ്ടാണ് മാർക്ക് ഉടൻ ആ വാള് കയ്യിലെടുത്തത്. മാർക്കിന്റെ കയ്യിൽ ആ വാള് വന്നതും മാർക്ക് ആ വാളിലേക്ക് മാർക്കിന്റെ ഇന്റേണൽ എനർജി പതുക്കെ ചാനലൈസ് ചെയ്തു. ഇന്റേണൽ എനർജി ആ വാളിലേക്ക് ചാനലൈസ് ചെയ്യപ്പെട്ടതും ആ വാളിൽ നിന്നൊരു സോഡ് പ്രകാശം ഉണ്ടാവുകയാണ്. ശരിക്കും 20-30 അടി നീളത്തിൽ ഒരു കൂറ്റൻ പ്രകാശം ആ വാളിൽ നിന്നുണ്ടായതും മാർക്ക് ചാടി ആകാശത്തേക്ക് ഉയർന്ന് ഹെക്ടർ ടെങ്ങിനെ ആഞ്ഞു വെട്ടുകയാണ്. ഈ സമയത്ത് ആകാശത്തേക്ക് ചാടി ഉയർന്ന ഹെക്ടറും അവന്റെ കുന്തം കൊണ്ട് അതിശക്തമായി ആ വാൾ പ്രകാശത്തെ തിരിച്ച് നേരിടുകയാണ്. ആ കുന്തത്തിൽ നിന്നും ഒരു പ്രകാശം, ആ കുന്തത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെട്ട ആ പ്രകാശം മാർക്കിന്റെ സോഡ് ലൈറ്റിനെ കട്ട് ചെയ്തു. രണ്ടുപേരും കട്ടക്കെട്ടയ്ക്ക് നിന്നുകൊണ്ട് അതിശക്തമായ ഒരു ഫൈറ്റ് ആരംഭിച്ചു. ഈ സമയത്ത് ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ പുറകോട്ട് മാറി അവന്റെ ഫോണിലൂടെ പ്രസിഡന്റ് ക്യൂഷിനെ വിളിച്ചു. പ്രസിഡന്റ്, മാർക്ക് ഇവിടെ എന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്, എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, പ്ലീസ് ആരെങ്കിലും അയക്ക്. വല്ലാതെ ഭയന്നിട്ട് ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ പറഞ്ഞ വാക്കുകൾ കേട്ടതും പ്രസിഡന്റ് ക്യൂ ഷിനിൻ ആ പർപ്പിൾ റോബുധാരിയായ ജിങ്ഷിയോട് യാൻ ഗസ്മാന്റെ വീട്ടിലേക്ക് തിരിക്കാൻ പറഞ്ഞു. മാർക്ക് ഫെല്ലർ കാൻ സിറ്റിയിലെ സെന്റ് കൺഫ്യൂഷ്യസ് സെക്ഷനിൽ എത്തി വിവരം അറിഞ്ഞ പ്രസിഡന്റ് ക്യൂഷിനൻ ഒത്തിരി ആളുകളെ കാൻ സിറ്റിയിലേക്ക് അയച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാർക്ക് ഫെല്ലർ ഇതാ പ്രസിഡന്റിന്റെ തൊട്ടടുത്ത് ക്യാപ്റ്റൻ യാൻ ഗസ്മാന്റെ വസതിയിൽ എത്തി വിവരം അറിയുന്നത്. സന്തോഷം കൊണ്ട് മതി പറഞ്ഞ പ്രസിഡന്റ് ക്യൂഷിനൻ ഉടനെ ജംഗ്ഷിയെ യാൻ ഗസ്മാന്റെ വസതിയിലേക്ക് അയച്ചു. ഈ സമയത്ത് യാൻ ഗസ്മാന്റെ വസതിയിൽ മാർക്ക് ഫെല്ലറും ഹെക്ടർ ടെങ്ങും തമ്മിലുള്ള ഫൈറ്റ് ആ വീടിനെ ഏതാണ്ട് തകിടം മറിച്ചു എന്ന് പറയാം. രണ്ടുപേരും അതിശക്തമായ സോട്ട് ലൈറ്റും അതുപോലെ സ്പെയർ ലൈറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ലൈറ്റുകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം യാൻ ഗസ്മാന്റെ വീട് പൊളിച്ചടുക്കി. ഏകദേശം ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വീട് ഉണ്ടായിരുന്ന സൂചന പോലും ഇല്ലാതെ ആ വീട് പൂർണ്ണമായും തകർന്നടിഞ്ഞു. വീട് പൂർണ്ണമായും തകർന്നു വീണതും മാർക്ക് ഫെല്ലർ ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ, ഈ കളി നമുക്ക് ഇനിയൊരവസരത്തിലാകാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ മാന്ത്രിക സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിവേഗം അവിടെ നിന്ന് മുങ്ങി. മാർക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായ ഹെക്ടർ ടെങ് മാർക്കിന്റെ പുറകെ കുതിക്കാൻ പോയതും ഹെക്ടറുടെ ബോഡിയിലുള്ള ശബ്ദം ഹെക്ടറോട് പറഞ്ഞു, ഏയ് ഹെക്ടർ വേണ്ട, അല്ല ഞാൻ അവന്റെ ശക്തിയുടെ ചെറിയൊരു അംശമേ ഇവിടെ ഉപയോഗിച്ചുള്ളൂ, നീ കൂടെ പോയാൽ നീ കൊല്ലപ്പെടുകയുള്ളൂ. ഹെക്ടർ ടെങ്ങിനോട് ആ ശബ്ദത്തിന്റെ ഉടമ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഹെക്ടർ പെട്ടെന്ന് അങ്ങ് നിന്നു. ഈ നിമിഷത്തിലാണ് യാൻ ഗസ്മാൻ അവിടേക്ക് ഓടി വരുന്നത്. ഏയ് ഹെക്ടർ, അവനെ വിടാതെ, അവനെ ഫോളോ ചെയ്യും. ഏയ് ക്യാപ്റ്റൻ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഓർഡർ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ സബോർഡിനേറ്റുമല്ല. നമ്മള് ഒന്നിച്ചൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ്. അതല്ലാതെ എന്നോട് ഓർഡർ ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ ആദ്യം തീർക്കുന്നത് നിങ്ങളെ ആയിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഹെക്ടർ ടെങ്ങും അതിവേഗം ആ അവശിഷ്ടങ്ങളുടെ നിന്ന് പുറത്തേക്ക് കടന്നു. യാൻ ഗസ്മാൻ ആ തെരുവിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഹെക്ടർ ടെങ്ങിനെയും നേരത്തെ അവിടെ നിന്ന് പറഞ്ഞ മാർക്ക് പോയ വഴിയിലേക്ക് ഒന്ന് നോക്കി. രണ്ടുപേരും അയാളെക്കാൾ ജൂനിയറാണ്, പക്ഷെ രണ്ടുപേരും ഇപ്പോ അയാളെക്കാൾ ശക്തരാണ്. ജൂനിയേഴ്സായ രണ്ടുപേർ തന്നെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. അക്കാര്യം ക്യാപ്റ്റൻ യാൻ ഗസ്മാന് പകൽ പോലെ വ്യക്തമാണ്. കാലം വരുത്തുന്ന ഓരോ മാറ്റങ്ങൾ എന്നേ അതിനെ വിളിക്കാൻ പറ്റും. അയാൾ ശരിക്കും തത്വചിന്താപരമായി അങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, ഏയ് ഗസ്മാൻ, എവിടെ മാർക്ക്? ചോദ്യം കേട്ട് തിരിഞ്ഞ അയാൾ കാണുന്നത് പർപ്പിൾ വേഷധാരിയായ സഷൽ ജംഗ്ഷിയാണ്. ആ ജംഗ്ഷി എത്തിയോ? ജംഗ്ഷി അവൻ ഇപ്പൊ ഇങ്ങോട്ട് ഓടിയതേ ഉള്ളൂ. അവൻ എങ്ങോട്ടാ പോയേ? അവൻ ആ വഴിയെ പോയത്. മാർക്ക് ഫെല്ലർ ഓടിയ വഴി ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ കാണിച്ചു കൊടുത്തു. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ ഷിയ ഹാങ്ങിന്റെ വീട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഷിയ ഹാങ്ങിനെ കൊണ്ട്
മാർക്കിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് ഷിയാഹാങ്ങിന്റെ വീടിന് നേരെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജിങ്ഷിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. വിളിച്ചത് സാക്ഷാൽ പ്രസിഡന്റ് ക്യൂഷിനാണ്. ക്യൂഷിൻ ജിങ്ഷിയോട് പറഞ്ഞു, ഏയ് ജിങ്ഷി, ആ മാർക്ക് ഷിയാഹാങ്ങിന്റെ വീടിന് നേരെ ഓടുന്നതായിട്ട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വേഗം അങ്ങോട്ട് ചെല്ലും. മാർക്ക് ഫെല്ലർ പോയ വഴി ക്യാപ്റ്റൻ ഇയാൻ ഗസ്മാൻ ചൂണ്ടിക്കാണിച്ചെങ്കിലും ആ ഭാഗത്തേക്ക് പോവാതെ ജിങ്ഷി അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രസിഡന്റ് ക്യൂഷിന്റെ കോൾ വന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായ ഷിയാഹാങ് തുടക്കത്തിൽ മാർക്കിനെ ഒരുപാട് ഉപദ്രവിച്ച ആളാണ്. മാർക്ക് ഷിയാഹാങ്ങിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഷിയാഹാങ്ങിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം പ്രസിഡന്റ് ക്യൂഷിനുണ്ട്. അതുകൊണ്ടാണ് ക്യൂഷൻ ഉടനെ ജിങ്ഷിയോട് വിളിച്ച് കാര്യം പറഞ്ഞത്. ജിങ്ഷി അതിവേഗം ഷിയാഹാങ്ങിന്റെ വീട് ലക്ഷ്യമാക്കി മൂവ് ചെയ്തു തുടങ്ങി. കണ്ണഞ്ചിക്കുന്ന വേഗതയാണ് അയാൾക്കുള്ളത്. മാർക്ക് ഫെല്ലർ ഓടി ഒരു തെരുവിന്റെ അടുത്തെത്തി. ആ തെരുവിന്റെ അറ്റത്ത് ഒരു വീടുണ്ട്. അതിനിടയിൽ അധികം വീടുകളില്ല. മാർക്ക് ചുറ്റും നോക്കിയിട്ട് സാവധാനം ഷിയാഹാങ്ങിന്റെ വീടിനടുത്തേക്ക് നടന്നു വരികയാണ്. മാർക്ക് പലതവണ വന്നിട്ടുള്ള വീടാണ്. ആ പരിസരത്തൊന്നും വേറെ ആളുകളൊന്നുമില്ല. മാർക്ക് വളരെ ശ്രദ്ധിച്ച് നടന്ന് ഷിയാഹാങ്ങിന്റെ വീടിന് മുന്നിലെത്തി. വീടിന് മുന്നിലെത്തിയ മാർക്ക് ഫെല്ലർ മാർക്കിന്റെ മൊബൈൽ ഫോൺ എടുത്ത് അതിനകത്ത് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഏയ് ഷിയാഹാങ്, 1 മണിക്കൂർ കഴിയുമ്പോൾ താഴെ ഇറങ്ങി വാ. അങ്ങനെ ടൈപ്പ് ചെയ്ത് മാർക്ക് അത് സെൻഡ് ചെയ്തതും മാർക്കിന്റെ കയ്യിൽ ഒരാൾ കയറി പിടിച്ചു. ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത ഒരു റോഡിൽ പെട്ടെന്ന് ഒരാൾ മാർക്കിന്റെ കൈ കയറി പിടിച്ചപ്പോൾ മാർക്ക് ശരിക്കും ഞെട്ടുകയാണ്. ഞെട്ടിപ്പോയ മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല പൊക്കമുള്ള ഒത്ത ശരീരമുള്ള പർപ്പിൾ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നതാണ് മാർക്ക് കണ്ടത്. അയാൾ മാർക്കിനോട് പറഞ്ഞു, അത് ശരി, നീയും ഷിയാഹാങ്ങും കൂട്ടുകാരാണല്ലേ? അവൻ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ ചതിക്കുകയായിരുന്നല്ലേ? അങ്ങനെ ആ മനുഷ്യൻ ചോദിച്ചതും മാർക്ക് ഏതനാടി പുറകിലോട്ട് മാറി പെട്ടെന്ന് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഈ കാഴ്ച തൊട്ടു മുന്നിലുള്ള വീടിന്റെ 2ാമത്തെ നിലയിൽ നിൽക്കുന്ന ഷിയാഹാങ് കൃത്യമായി കണ്ടു. അയാളുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് കണ്ടാണ് അയാൾ ഫോൺ കയ്യിലെടുത്തത്. മാർക്ക് ഫെല്ലറുടെ മെസ്സേജ് ആണല്ലോ എന്ന് കണ്ടതുകൊണ്ട് അയാൾ ജനാലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. താഴെ മാർക്ക് ഫെല്ലറും മാർക്ക് ഫെല്ലർക്ക് എതിരെ സാക്ഷാൽ ജിങ്ഷിയുമാണ് നിൽക്കുന്നത്. ആ കാഴ്ച കണ്ട ഷിയാഹാങ് ശരിക്കൊന്ന് വിറച്ചു എന്ന് പറയാം. ഷിയാഹാങ് അമ്പരപ്പോടെ താഴേക്ക് നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ആഗതനോട് ചോദിച്ചു, ഏയ് നിങ്ങൾ ഒരു സംഭവം തന്നെയാണല്ലോ. എന്നെ ശ്രദ്ധയിൽപ്പെടാതെ എൻ്റെ അടുത്തെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ പർപ്പിൾ വസ്ത്രധാരികളെ കുറിച്ച് കേൾക്കുന്നത് ശരിയാണെന്ന് എനിക്കങ്ങ് സമ്മതിക്കേണ്ടി വരും. ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ പർപ്പിൾ വേഷധാരികളിൽ നിങ്ങളാണോ ഏറ്റവും ശക്തൻ? അത് കേട്ടതും ജിങ്ഷി ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഹേയ് മിസ്റ്റർ മാർക്ക്, ഞാൻ ഈ പർപ്പിൾ വേഷധാരികളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ആളാണ്. അതുപോട്ടെ, എന്തായാലും നീ ആലോചിച്ചു. എന്താലോചിച്ചു? അല്ല, നീ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ചു. ജിങ്ഷി വളരെ കൂളായിട്ടാണ് മാർക്കിനോട് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും മാർക്ക് ജിങ്ഷിയോട് പറഞ്ഞു, ഹലോ, അങ്ങനെയല്ല ഞാൻ ആലോചിച്ചത്. എൻ്റെ ആലോചന നിന്നെ ഇങ്ങനെ കൊല്ലാമെന്നാണ്. അത് കേട്ടതും ജിങ്ഷി അങ്ങ് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, എന്നെ തോൽപ്പിക്കാനും കൊല്ലാനും പറ്റുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ നീ പെടില്ല. ഉറപ്പാണോ? അത് കേട്ടതും മാർക്ക് ചോദിച്ചു. അങ്ങനെ ചോദിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ ശരിക്കും മാർക്കിന്റെ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് ഒരൊറ്റ ഇടി. മാർക്ക് ഫെല്ലർ അതിശക്തമായി ഒന്ന് ഇടിച്ചതും മാർക്കിന്റെ കയ്യിൽ നിന്ന് ശക്തമായ ഒരു ഗോൾഡൻ പ്രകാശം ജിങ്ഷിയുടെ നേരെ അങ്ങനെ പാഞ്ഞു വരികയാണ്. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിൽ അധികം പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിയ മാർക്ക് ഫെല്ലർ ജിങ്ഷിയെ ആഞ്ഞിടിച്ചതാണ്. മാർക്ക് ജിങ്ഷിയെ ആഞ്ഞിടിച്ചതും ജിങ്ഷി അയാളുടെ വലത് കൈ ഒന്ന് ഉയർത്തി കൈപ്പത്തി നേരെ ഒന്ന് പിടിച്ചു. വളരെ സ്ലോയിലാണ് അയാൾ ആ കൈപ്പത്തി എടുത്തങ്ങനെ പിടിച്ചത്. ആ കൈപ്പത്തി അങ്ങനെ പിടിച്ചതും മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ആ പഞ്ചിൽ നിന്നുള്ള പ്രകാശം ആ കൈപ്പത്തിയിൽ വന്ന് പതിച്ചു. കൈപ്പത്തിയിൽ ആ പഞ്ച് പതിച്ചതും ആ പ്രകാശം ചിന്നിച്ചിതറുകയാണ്. പർപ്പിൾ വേഷധാരിയായ ജിങ്ഷിക്ക് ഒരു അനക്കവുമില്ല. ഹേയ് മാർക്ക്, നിന്റെ പഞ്ച് തരക്കേടില്ല. കൈകൊണ്ട് ആ പഞ്ചിനെ തടുത്തതിന് ശേഷം ജിങ്ഷി അങ്ങനെ പറഞ്ഞപ്പോൾ
മാർക്കും അതാണ് ആലോചിച്ചത്. മാർക്കിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ചാണ് അബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ആ പഞ്ചിനെ ഇത് കൂളായിട്ട് ആ പർപ്പിൾ വേഷധാരി തടുത്തിരിക്കുകയാണ്. കേട്ടതൊക്കെ അപ്പോൾ ശരിയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ പർപ്പിൾ വേഷധാരികൾ ശക്തരാണെന്ന് മാർക്ക് നേരത്തെ കേട്ടതാണ്. അക്കാര്യം മാർക്കിനോട് പറഞ്ഞത് സാക്ഷൽ ഷിയ ഹാങ്ങുമാണ്. മാർക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ സെയിൻലി ബോഡി ടെക്നിക് ആക്ടിവേറ്റ് ചെയ്തു. പെട്ടെന്ന് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും സുവർണ നിറത്തിലുള്ള ഒരു വലയമുണ്ടായി. തുടർന്ന് ഒരു വലയങ്ങളുണ്ടായി, തുടർന്ന് ഒരു വലയങ്ങളുണ്ടായി. സെയിൻലി ബോഡി ടെക്നിക്കിന്റെ 3rd ലെവലാണ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും 3 വലയങ്ങൾ. ഈ കാഴ്ച കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ജിങ്ഷി. ജിങ്ഷിയുടെ മുഖത്ത് ഒരു പരിഭ്രമവുമില്ല. അയാൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്കിന്റെ നെറ്റിയിൽ ഡിവൈൻ ഡ്രാഗൺ പവർ ആക്ടിവേറ്റ് ചെയ്തു. ഡിവൈൻ ഡ്രാഗൺ പവർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ മാർക്കിന്റെ നെറ്റിയിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വരും. അത് കണ്ടിട്ടും ജിങ്ഷിക്ക് ഒരു കുലുക്കവുമില്ല. ശരിക്കും മാർക്കിന്റെ നെറ്റിയിൽ നിന്ന് ഡിവൈൻ ഡ്രാഗൺ പവറും ബോഡിയിൽ സെയിൻലി ബോഡി ടെക്നിക്കും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ഫെല്ലർ വീണ്ടും അതിശക്തമായി തൻ്റെ ഇന്റേണൽ സ്ട്രെങ്ത് മുഴുവൻ ആ വലത് കൈയിലേക്ക് കൊണ്ടുവരികയാണ്. ഡിവൈൻ ഡ്രാഗൺ പവർ കൂടി ഇപ്പോൾ മാർക്കിന്റെ ബോഡിയിലുണ്ട്. ഡിവൈൻ ഡ്രാഗൺ പവറും അബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസും ഒന്നിച്ച് ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ആഞ്ഞൊരു ഇടി. ശരിക്കും ആ ഇടി ജിങ്ഷിയുടെ നേരെ പാഞ്ഞു വരുമ്പോൾ ഒരു വൻ മുഴക്കം തന്നെ അവിടെ അനുഭവപ്പെടുകയാണ്. ആ മുഴക്കം നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ അതിന് ഡ്രാഗന്റെ ശബ്ദത്തോട് സാമ്യമുണ്ടെന്ന് മനസ്സിലാവും. ഡിവൈൻ ഡ്രാഗൺ പവറിന്റെ ഭാഗമാണ് ഡ്രാഗന്റെ ആ ശബ്ദവും. ഡ്രാഗന്റെ ആ മുഴക്കമുള്ള ശബ്ദത്തോടുകൂടി ആ സുവർണ പ്രകാശം ജിങ്ഷിക്ക് നേരെ പാഞ്ഞു വന്നതും ജിങ്ഷി അയാളുടെ കൈ ഒന്ന് കൂട്ടിപ്പിടിച്ചു. അയാൾ അതിശക്തമായ ഒരു ഒറ്റ പഞ്ച്. അയാൾ പഞ്ച് ചെയ്യുമ്പോൾ അയാളുടെ കൈക്ക് ചുറ്റുമായി ഒരു കറുത്ത വലയമാണ് കാണുന്നത്. ആ കറുത്ത വലയത്തിൽ സുവർണ പ്രകാശം കോട്ടിയപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും സുവർണ പ്രകാശവും കറുത്ത പ്രകാശവും കൂടിക്കലർന്ന ഒരു സംഭവം. കറുപ്പ് ആ സുവർണ പ്രകാശത്തിന് ഇടയിലുണ്ട്. ബ്ലാക്ക് ഗോൾഡ് കൊണ്ടുള്ള ഒരു ഗ്ലൗസ് അയാളുടെ കയ്യിലുണ്ടെന്ന് ആ നിമിഷത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ആ ഗ്ലൗസ് വഴി അയാൾ പഞ്ച് ചെയ്തതും ശരിക്കും ഒരു ചുഴി പോലെ ആ സുവർണ പ്രകാശം അതിൽ കറുപ്പൂടി കലർന്ന് മാർക്കിന്റെ ആ പഞ്ച് നേരെ പാഞ്ഞു വന്നു. 2 പ്രകാശങ്ങൾ ആ തെരുവിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് കൂട്ടിമുട്ടുകയാണ്. ഇടിക്കുന്നത് തെരുവിന്റെ ആ ഒത്ത നടുക്ക് വെച്ചാണ്. 2 പ്രകാശം കൂട്ടിമുട്ടിയതും ശരിക്കും കണ്ണഞ്ചി പോകുന്ന ഒരു പ്രകാശ വിസ്ഫോടനം തന്നെ അവിടെ ഉണ്ടായി. ആ തെരുവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ആ നിമിഷം കൊല്ലപ്പെട്ടനെ. അത്ര ശക്തമായ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. ആ സ്ഫോടനം ഉണ്ടായ ആ നിമിഷത്തിൽ ജിങ്ഷി ഏതാനും സ്റ്റെപ്പ് പുറകിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തള്ളപ്പെട്ടു. ആ പ്രകാശം ഒന്ന് മങ്ങിയതും ജിങ്ഷി മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, വെറുതെ അല്ല എൻ്റെ ഹയർ അതോറിറ്റീസ് നിന്നെ പിടികൂടാൻ എന്നെ തന്നെ അയച്ചത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, വെറും ഒരു മാർക്യൂസായി നിന്നെ പിടികൂടാൻ എന്നെപ്പോലെ പർപ്പിൾ വേഷധാരികളെ അയക്കേണ്ട ആവശ്യമുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീ ശക്തനാണ്, അതുകൊണ്ടാണ് നിന്നെ അയച്ചത്. ഓക്കെ, ഞാൻ നിന്നെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് മാർക്ക് ഫെല്ലർ ലേശം അമ്പരപ്പിലാണ്. ഡിവൈൻ ഡ്രാഗൺ പവറും അതുപോലെ അബ്സല്യൂട്ട് ബിഗിനിങ് ഫിസ്റ്റും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ ജിങ്ഷിയെ നേരിട്ടത്. ജിങ്ഷിയുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ മാർക്കിന് പറ്റും. പക്ഷെ അങ്ങനെ ഓടി രക്ഷപ്പെട്ടാൽ മാർക്കും ഷിയ ഹാങ്ങും തമ്മിലുള്ള ആ ബന്ധം ഉറപ്പായും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അറിയും. പിന്നെ മാർക്ക് വിചാരിക്കുന്ന പരിപാടി ഒന്നും നടക്കില്ല. ഷിയ ഹാങ്ങും മാർക്ക് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരം ഈ ജിങ്ഷി അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ജിങ്ഷിയെ എന്ത് വില കൊടുത്തും അവസാനിപ്പിച്ചേ പറ്റൂ. മാർക്ക് ഫെല്ലർ ജിങ്ഷിയെ ഒന്ന് നോക്കിയിട്ട് വലത് കൈ ഒന്ന് ഉയർത്തി. മാർക്ക് ഫെല്ലർ വലത് കൈ ഒന്ന് ഉയർത്തിയതും മാർക്കിന്റെ വലത് കൈയിലേക്ക് ആ വാള് അങ്ങനെ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. രക്തത്തിന്റെ നിറമുള്ള ആ വാള് കയ്യിൽ വന്നതും മാർക്ക് തന്റെ ഇന്റേണൽ എനർജി ആ വാളിലേക്ക് കേന്ദ്രീകരിച്ചു. ഉടനെ ഒരു വലിയ സോട്ട് ലൈറ്റ് അതിൽ നിന്നുണ്ടായി. മാർക്ക് നിൽക്കുന്നിടത്തുനിന്ന് ആ തെരുവിന്റെ മറുഭാഗം വരെ എത്തത്തക്ക ശൈലിയിൽ ആ വാളിൽ നിന്ന് പ്രകാശം വരികയാണ്. മാർക്ക് ഫെല്ലറെ കൗതുകത്തോടെ
നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് ജിങ്ഷി മാർക്കിനെ അങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ആകാശത്തേക്ക് ആ വാളുമായി ചാടി അങ്ങ് ഉയർന്നു. ആകാശത്തേക്ക് ചാടി ഉയർന്ന മാർക്ക് ആ വാളുകൊണ്ട് താഴെ നിൽക്കുന്ന ജിങ്ഷിയെ ആഞ്ഞു വെട്ടുകയാണ്. 9 ഡിവൈൻ സ്ലാഷസിലെ ലെവൽ 3 ആണ് മാർക്ക് ഫെല്ലർ ഇവിടെ ഉപയോഗിച്ചത്. ലെവൽ 1ഉം ലെവൽ 2 ആക്ടിവേറ്റ് ചെയ്യാനൊന്നും മാർക്ക് നിന്നില്ല. നേരിട്ട് ലെവൽ 3ലേക്ക് മാർക്ക് കടക്കുകയാണ്. കാരണം മാർക്ക് ഇപ്പോൾ എതിരിടുന്നത് ഒരു പർപ്പിൾ ലെവൽ മാർക്വിസിനെയാണ്. മാർക്വിസുകളിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഈ 4 പേരെയും പൊതുവെ വിളിക്കുക ഏർലി ലെവൽ മാർക്വിസുകൾ എന്നാണ്. മാർക്ക് ഫെല്ലർ ഇപ്പോൾ ഏർലി ലെവൽ മാർക്വിസ് ആണ്. 5ഉം 6ഉം 7ഉം സ്റ്റേജിലുള്ള ആളുകളെ മിഡിൽ ലെവൽ മാർക്വിസ് എന്ന് വിളിക്കും. 8ഉം 9ഉം ലെവലുകാരെയാണ് ലേറ്റ് സ്റ്റേജ് മാർക്വിസുകൾ എന്ന് വിളിക്കുക. ലേറ്റ് സ്റ്റേജ് മാർക്വിസിന്റെ ആദ്യത്തെ ലെവലിലാണ് ഇപ്പോൾ ഈ ജിങ്ഷി ഉള്ളത്. അയാൾക്ക് ഇനി കീഴടക്കാനുള്ളത് ഒരു ലെവലാണ്. അത് പീക്ക് ലെവൽ മാർക്വിസ് ആണ്. പീക്ക് ലെവൽ മാർക്വിസ് ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ എത്തുക സാക്ഷാൽ മാർഷൽ സെയിന്റ് ആയിട്ടാണ്. മാർഷൽ സെയിന്റിനും അയാൾ നിൽക്കുന്ന ലെവലിനുമിടയിൽ ശരിക്കും ഒരു ലെവലിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ ജിങ്ഷി അതിശക്തനാണെന്നാണ്. അതിശക്തനായ ജിങ്ഷിയുടെ നേരെയാണ് മാർക്ക് ഫെല്ലർ ചാടി ഉയർന്ന് ആ വാൾ വീശിയത്. അതിശക്തമായ ആ 9 സ്ലാഷിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ ജിങ്ഷിക്ക് നേരെ ആഞ്ഞു വെട്ടുമ്പോൾ ജിങ്ഷി കൈയൊന്ന് ഉയർത്തി. ശരിക്കും അയാൾ 2 കൈയൊന്ന് ഉയർത്തിയതും ഒരു പ്രകാശം അയാളുടെ തൊട്ടു മുന്നിലുണ്ടായി. ആ പ്രകാശം കൊണ്ട് അയാൾ ഒരു സീല് സൃഷ്ടിച്ചു എന്ന് പറയാം. ആ സീല് അയാൾക്ക് മുന്നിൽ വന്നതും മാർക്കിന്റെ ആ വാള് കൊണ്ടുള്ള വെട്ട് പെട്ടെന്ന് ശിഥിലമായി. വാള് കൊണ്ടുള്ള വെട്ട് ശിഥിലമായതും തറയിലേക്ക് എത്തിയിരുന്ന മാർക്ക് ഒത്തിരി അടി പുറകോട്ട് തെറിച്ചു. ശരിക്കും ഒരു ഫോഴ്സ് അവിടെ ജിങ്ഷി കൊടുത്തു എന്നർത്ഥം. ജിങ്ഷി 2 കൈ ഒന്ന് മുന്നോട്ടാക്കിയപ്പോൾ ഒരു വലിയ ഗേറ്റ് പോലെ ഒരു സീൽ അവിടെ വരികയായിരുന്നു. ആ സീല് ആ വാൾ പ്രകാശത്തെ ശരിക്കും ഒന്ന് പുറകോട്ട് തള്ളുകയായിരുന്നു. തൽഫലമായി ആ പ്രഷറാണ് മാർക്കിനെ പുറകോട്ട് തള്ളിയത്. തൻ്റെ 9 സ്ലാഷിംഗ് ടെക്നിക്കിലെ 3rd ലെവലും ഇതാ നിഷ്പ്രയാസം ജിങ്ഷി തരണം ചെയ്തിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ വാളങ്ങ് പിൻവലിച്ചു. വാള് പിൻവലിച്ച മാർക്ക് കാല് തറയിൽ നിന്ന് ആഞ്ഞു ചവിട്ടിയതും മാർക്കിന് ചുറ്റുമായി ഒരു പ്രകാശം ഉണ്ടായി. ആ പ്രകാശം പെട്ടെന്ന് മാർക്കിന് മുന്നിൽ ഒരു താമര സൃഷ്ടിക്കുകയാണ്. ശക്തമായ ഒരു പർപ്പിൾ കളറിലെ താമര പർപ്പിൾ നിറത്തുള്ള പ്രകാശം കൊണ്ട് ജ്വലിക്കുകയാണ്. ഒരു തീ, പർപ്പിൾ തീ എന്ന് പറയാം. ആ താമരയിൽ ശരിക്കും പർപ്പിൾ തീയാ ഉള്ളത്. പർപ്പിൾ നിറത്തിലുള്ള തീയോടുകൂടി മാർക്ക് ഫെല്ലറുടെ മുന്നിൽ ഒരു താമര ജ്വലിച്ച് നിൽക്കുന്ന കണ്ടതും ജിങ്ഷി മാർക്കിനോട് പറഞ്ഞു, പർപ്പിൾ സീൽ കൊള്ളാം മാർക്ക് ഫെല്ലർ. ഞാൻ വീണ്ടും ആ കാര്യം ആവർത്തിക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ എന്നെ നിന്നെ പിടികൂടാൻ അയച്ചത് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ്. നിന്നെപ്പോലൊരു ശക്തനെ പിടികൂടാൻ ഞാൻ വേണമെന്ന് അവർക്ക് തോന്നിയിൽ തെറ്റില്ല. മാർക്ക് ഫെല്ലറുടെ ശക്തി ശരിക്കും അയാളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു പർപ്പിൾ സീല് സൃഷ്ടിക്കാൻ സാധാരണഗതിയിൽ ഈ ന്യൂ സെലസിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യങ്സ്റ്ററിനും പറ്റില്ല. ആ കാര്യം ആ പർപ്പിൾ ഡ്രസ്സുധാരിയായ മാർക്വിസ് ജിങ്ഷിക്ക് നന്നായിട്ട് അറിയാം. ജിങ്ഷി അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ പർപ്പിൾ നിറത്തിലുള്ള കത്തുന്ന താമരയെ ജിങ്ഷിക്ക് നേരെ അതിവേഗം പ്രസ് ചെയ്തു. ശരിക്കും അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഒരു കൂറ്റൻ താമരയുടെ ഇതളുകളൊക്കെയും പർപ്പിൾ നിറത്തിലാണ്. പർപ്പിൾ നിറത്തിലുള്ള താമര ആ പകൽ അതിശക്തമായി കത്തി അതിവേഗതയിൽ ജിങ്ഷിക്ക് നേരെ പാഞ്ഞു വന്നതും ജിങ്ഷി അയാളുടെ കൈ ഒന്ന് അനക്കി. അയാൾ കാഷ്വലായിട്ട് അനക്കിയതും അയാളുടെ തൊട്ടു മുന്നിൽ ഏതാനും അക്ഷരങ്ങൾ പറവറാവുന്ന വീഴുകയാണ്. ആ അക്ഷരങ്ങൾ പെട്ടെന്ന് ഒരു വാക്കായി മാറി. എക്സ്റ്റർമിനേറ്റ്, ഒരു ഇംഗ്ലീഷ് വാക്ക്. ആ വാക്ക് അയാളുടെ മുന്നിൽ വന്നു വീണതും അയാൾ ആ വാക്കിലൊന്ന് പ്രസ് ചെയ്തു. ശരിക്കും ആ വാക്ക് മുന്നോട്ട് പാഞ്ഞു വരുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ആ ലോട്ടസും മുന്നോട്ട് പായുകയാണ്. മാർക്ക് ഫെല്ലറുടെ ആ പർപ്പിൾ നിറത്തുള്ള കത്തുന്ന താമരയും ജിങ്ഷിയുടെ എക്സ്റ്റർമിനേറ്റ് എന്ന വീടും ഒരുമിച്ച് മുന്നേറുകയാണ്. രണ്ടുപേരും മുഖത്തോട് മുഖം കൂട്ടിയിടിക്കുന്ന സമയം മാർക്ക് ഫെല്ലറുടെ ആ പർപ്പിൾ നിറത്തിലുള്ള ലോട്ടസും ജിങ്ഷിയുടെ എക്സ്റ്റർമിനേറ്റ് എന്നുള്ള ആ വേർഡും ശരിക്കും പ്രതിഭാസങ്ങൾ തന്നെയാണ്. അവ രണ്ടും ഒരുമിച്ച് മുഖത്തോട് മുഖം വന്നതും മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ
ആ പോയിന്റിലേക്ക് നോക്കുകയാണ്. മാർക്കിന്റെ അതിശക്തമായ ആയുധമാണ് പർപ്പിൾ നിറത്തിലുള്ള ആ സ്പിരിച്വൽ ലോട്ടസ് ഫ്ലൈം. അതിലേക്ക് ജിങ്ഷി ഒരു വേർഡ് പ്രസ് ചെയ്യുന്നത് മാർക്ക് കണ്ടിരുന്നു. അതിനിടയിലാണ് വൻ സ്ഫോടനം ഉണ്ടാകുന്നത്. ആ പ്രകാശം ഒന്ന് കെട്ടടങ്ങുമ്പോൾ മാർക്ക് കാണുന്നത് മാർക്കിന്റെ ആ ലോട്ടസ് പൂർണ്ണമായും തകർക്കപ്പെട്ടതാണ്. മാർക്ക് വളരെയൊരു അതിശയത്തോടെ ജിങ്ഷിയെ ഒന്ന് നോക്കുമ്പോൾ ജിങ്ഷിക്ക് കാര്യം മനസ്സിലായി. ജിങ്ഷി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ഇത് ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ പ്രത്യേക സ്പെല്ലാണ്. 18 വാക്കുകളുടെ ഒരു സ്പെല്ലാണ്. വാക്കുകൾ കൊണ്ട് എതിരാളിയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അവിടെ ജിങ്ഷി ഉപയോഗിച്ചത്. മാർക്ക് ഫെല്ലർക്ക് ശരിക്കും കൈവശമുള്ളത് ആ ലോട്ടസ് ആക്ടിവിറ്റി മാത്രമാണ്. അതിനെ ഇതാ എക്സ്റ്റർമിനേറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിച്ച് നിഷ്പ്രയാസം തകർത്തിരിക്കുകയാണ്. മാർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ജിങ്ഷി നോക്കിയതും ജിങ്ഷി ആ എക്സ്റ്റർമിനേറ്റ് വേർഡ് ഒരിക്കൽ കൂടി പ്രസ് ചെയ്തു. അയാൾ കയ്യെന്ന് അനക്കുമ്പോൾ തന്നെ ആ വേർഡ് അങ്ങ് വരികയാണ്. ആ വേർഡ് മുന്നോട്ട് അതിവേഗത്തിൽ വന്നതും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ മാർക്കിനെതിരെ വന്നു തുടങ്ങി. ശരിക്കും താൻ പെട്ടിരിക്കുകയാണെന്ന് മാർക്ക് ഫെല്ലർക്ക് ബോധ്യമായതും മാർക്കിന്റെ കണ്ണുകൾ അടച്ചെന്ന് പിടിച്ചു. ഒരു നിമിഷം കണ്ണടച്ചു പിടിച്ച മാർക്ക് ഒരു സ്പെല്ല് ചൊല്ലുന്നത് ജിങ്ഷി കണ്ടു. അത് കണ്ടതും ജിങ്ഷി അയാളുടെ കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ അയാളുടെ മുന്നിലുണ്ടായിരുന്ന ആ എക്സ്റ്റർമിനേറ്റ് വേർഡ് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അയാൾ മാർക്കിന്റെ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാൻ വേണ്ടി മനഃപൂർവ്വം മാർക്കിനെ അറ്റാക്ക് ചെയ്ത് ആ എക്സ്റ്റർമിനേറ്റ് വേർഡ് പിൻവലിച്ചതാണ്. മാർഷൽ ആർട്സ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് എതിരാളിയുടെ ടെക്നിക്ക് അറിയാൻ വലിയ താല്പര്യമാണ്, പ്രത്യേകിച്ചും താഴെ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ ടെക്നിക്കാണെങ്കിൽ. ജിങ്ഷി കൗതുകത്തോടെ മാർക്ക് ഫെല്ലർ നോക്കിയതും മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റും ആ സുവർണ പ്രകാശം പെട്ടെന്ന് അങ്ങ് വലുതായി. അത് കണ്ടതും ജിങ്ഷി മാർക്കിനോട് ചോദിച്ചു, ഓഹോ, നീ ബലമായിട്ട് അടുത്ത ലെവലിലേക്ക് കടക്കാൻ പോവുകയാണല്ലേ? മാർക്ക് ഫെല്ലറോട് ജിങ്ഷി ചോദിച്ചത് തന്നെയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ ചെയ്യുന്നത്. ഹാൻ വിൽമൗണ്ടുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സമയത്ത് മാർക്ക് ബലമായിട്ട് ഹാഫ് സ്റ്റെപ്പ് മാർക്യൂസ് ആകാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ ഹാഫ് സ്റ്റെപ്പ് മാർക്യൂസ് ആയി മാറിയ മാർക്ക് ഫെല്ലർ അവിടെ വെച്ച് ഹാൻ വിൽമൗണ്ടിനെ പരാജയപ്പെടുത്തിയിരുന്നു. അതേ ശൈലിയിൽ മാർക്ക് ഇതാ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. മാർക്ക് ഇപ്പോൾ ഏർലി സ്റ്റേജ് മാർക്യൂസ് ആണ്. മാർക്ക് ടാർഗറ്റ് ചെയ്യുന്നത് മിഡിൽ സ്റ്റേജ് മാർക്യൂസ് ആയി മാറാൻ വേണ്ടിയാണ്. 2 ലെവലുകൾ തമ്മിൽ അധികം വ്യത്യാസമില്ലെങ്കിലും ആ ലെവലിലേക്ക് കടന്നു കഴിയുമ്പോൾ സ്ട്രെങ്ത് വൻതോതിൽ കൂടും. ജിങ്ഷി കൗതുകത്തോടെ മാർക്ക് ഫെല്ലറെ അങ്ങനെ നോക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലറെ ബോഡിക്ക് ചുറ്റുമുള്ള ആ സുവർണ പ്രകാശത്തിന്റെ ശക്തിയും കൂടി. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ സുവർണ പ്രകാശത്തിന്റെ തിളക്കം വർദ്ധിച്ചതും മാർക്ക് കണ്ണു തുറന്നു. മാർക്ക് കണ്ണു തുറന്നതും ജിങ്ഷി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ ഇപ്പോൾ ബലമായിട്ട് മിഡിൽ സ്റ്റേജ് മാർക്യൂസിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ നിനക്ക് എന്നാലും ലേറ്റ് സ്റ്റേജിലുള്ള എന്നെ നേരിടാൻ പറ്റില്ല. അതുമാത്രമല്ല, നിനക്ക് പരമാവധി ഒരു 30 മിനിറ്റ് സമയമേ ഈ മിഡിൽ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല. സാധാരണഗതിയിൽ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തിൽ അയാൾ വിജയിക്കുമെങ്കിലും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 10 മുതൽ 15 ദിവസം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ആ ആള് ബോധം കെട്ട് പോവുകയാണ് പതിവ്. മാർക്ക് ഫെല്ലറും ഹാൻ വിൽമൗണ്ടും എമിലി ബ്ലാക്കിന്റെ ആ വിവാഹ ദിവസം അങ്ങനെ ബലമായി ചെയ്തപ്പോൾ രണ്ടുപേരും അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. മാർക്ക് ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോൾ ബോധത്തിലേക്ക് വന്നെങ്കിലും ഹാൻ വിൽമൗണ്ടിന് ബോധത്തിലേക്ക് മടങ്ങി വരാൻ 3 ആഴ്ചയോളം സമയം വേണ്ടി വന്നു. ശരിക്കും അപകടകരമായ ഒരു കളിയാണ് ഈ അടുത്ത ലെവലിലേക്ക് ബലമായി കടക്കുക എന്നുള്ളത്. പക്ഷെ മാർക്കിന് ഇപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. മാർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ ഷിയ ഹാങ് പിടിക്കപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ മാർക്കിന്റെ എല്ലാ പ്ലാനും തെറ്റും. അത് സംഭവിക്കാതിരിക്കാൻ മാർക്കിന് ജിങ്ഷിയെ കൊന്നേ പറ്റൂ. പക്ഷെ ജിങ്ഷി ആണെങ്കിൽ അതിശക്തമായിട്ടാണ് മാർക്കിനെ നേരിടുന്നത്. മാർക്ക് ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ് മിഡിൽ സ്റ്റേജിലേക്ക് തൻ്റെ ലെവൽ വർദ്ധിപ്പിച്ചത്. മിഡിൽ സ്റ്റേജ് മാർക്യൂസായി മാറിയിരിക്കുന്ന മാർക്ക് ഫെല്ലറുടെ ശക്തി എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ജിങ്ഷിയുടെ മനസ്സിലുണ്ട്. മാർക്ക് ഫെല്ലർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായി കൗതുകത്തോടെ ജിങ്ഷി മാർക്കിനെ നോക്കുന്നതും ജിങ്ഷി മാർക്കിനെ നോക്കിയതും മാർക്കിന്റെ ഡിവൈൻ ഡ്രാഗൺ പവർ ആക്ടിവേറ്റ് ചെയ്തു. അതോടൊപ്പം ബോഡിക്ക് ചുറ്റുമായി ആ സെയിൻലി ബോഡി ടെക്നിക്കും ആക്ടിവേറ്റ് ചെയ്തു.
അതേ സമയത്ത് തന്നെ കയ്യിലേക്ക് അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റും കൊണ്ടുവന്നു. മാർക്കിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിശക്തമായ ഒരു അറ്റാക്കിലൂടെ മാത്രമേ മാർക്കിന് ജിങ്ഷിയെ തോൽപ്പിക്കാനാവൂ. ജിങ്ഷിക്ക് നേരെ കുതിച്ച മാർക്ക് ഒരൊറ്റ ഇടി. അൺബിലീവബിൾ ആയിട്ടുള്ളൊരു പവർ മാർക്കിന്റെ ആ പഞ്ചിലുണ്ട്. മാർക്ക് പഞ്ച് ചെയ്യുന്ന കണ്ടതും എക്സ്റ്റർമിനേറ്റ് എന്നുള്ള ആ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കിന്റെ ആ പഞ്ചിനെ തകർക്കാൻ ഒരു ശ്രമം ജിങ്ഷി നടത്തുകയും ചെയ്തു. പക്ഷെ ആ എക്സ്റ്റർമിനേറ്റ് വേർഡിനെ ഇടിച്ച് തകർത്തുകൊണ്ടാണ് മാർക്ക് ഫെല്ലറുടെ പഞ്ച് ജിങ്ഷിക്ക് നേരെ വന്നത്. ജിങ്ഷി തൽഫലമായി പുറകോട്ട് തെറിച്ചു. 4 സ്റ്റെപ്പ് പുറകോട്ട് ജിങ്ഷി മാറി. ജിങ്ഷിയുടെ മുഖത്ത് ശരിക്കൊരു അതിശയം. ലേറ്റ് സ്റ്റേജ് മാർക്കിസ്റ്റായ അയാളെ ഇടിച്ച് തെറിപ്പിക്കാൻ ഇതാ മാർക്ക് ഫെല്ലർക്ക് പറ്റിയിരിക്കുകയാണ്. അയാൾ ആ ഡയലോഗ് ഒരിക്കൽ കൂടി പറഞ്ഞു. ഹേയ് മാർക്ക് ഫെല്ലർ, നിന്നെ പിടിക്കാൻ എന്നെ ജിങ്ദു മാർഷൽ അസോസിയേഷൻ നിയമിച്ചത് വെറുതെ അല്ല. നീ ശരിക്കും പവർഫുള്ളാണ്. നിന്റെ കയ്യിൽ ഒത്തിരി ടെക്നിക്സും ഉണ്ട്. മാർക്കിനെ അനുമോദിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ജിങ്ഷി ഉപയോഗിക്കുകയാണ്. ജിങ്ഷി മാർക്കിനോട് അത്രയും പറഞ്ഞതിന് ശേഷം മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, നിനക്ക് മാക്സിമം പിടിച്ചു നീക്കാൻ പറ്റുന്നത് 30 മിനിറ്റാണ്. അങ്ങനെ പറഞ്ഞ അയാൾ ഒന്ന് ചിരിച്ചു. അയാളുടെ ഡയലോഗിലൊന്നും താല്പര്യമില്ലാത്ത മാർക്ക് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ സ്പെൽ ആക്ടിവേറ്റ് ചെയ്ത് അതിവേഗം അയാളുടെ അടുത്തേക്ക് വന്നു. മാർക്ക് അതിശക്തമായി അയാളെ പഞ്ച് ചെയ്യുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. പർപ്പിൾ റോബുധാരിയായ അയാളുടെ വേഗത മാർക്കിനെ അമ്പരപ്പിച്ചു എന്ന് തന്നെ പറയാം. മാർക്ക് പഞ്ച് ചെയ്ത നിമിഷത്തിൽ മാർക്കിന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറിയായിരുന്നു. മാർക്ക് വീണ്ടും അയാളെ ടാർഗറ്റ് ചെയ്തു. മാർക്ക് വീണ്ടും ശക്തമായ അയാൾ ഇടിക്കുകയാണ്. പക്ഷേ ഇടി അയാളെ പുറത്ത് കൊള്ളുന്നതിന് മുമ്പ് അയാൾ ഒഴിഞ്ഞു മാറും. മാർക്ക് അയാളെ ഓട്ടിച്ചിട്ട് ഇടി തുടങ്ങി. അയാൾ പക്ഷെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന് അയാളുടെ പുറത്തുവിടാൻ പറ്റുന്നില്ല. അല്പം ദൂരേക്ക് മാറിയ ജിങ്ഷി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് കൊള്ളാം. എലികളെ പൂച്ച ഓടിച്ചിട്ട് പിടിക്കില്ലേ, കളിപ്പിച്ചിട്ട് അതുപോലെയുണ്ട് ഇത്. നിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് കളിപ്പിക്കാം. നീ തളരുമ്പോൾ ഞാൻ നിന്നെ പിടികൂടിക്കൊള്ളാം. ഏകദേശം 10 മിനിറ്റ് മാർക്ക് ഫെല്ലർ ജിങ്ഷിക്ക് പുറകെ ഓടിക്കാണ്. മാർക്ക് കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും ജിങ്ഷിയുടെ പുറത്തുവിടാൻ പറ്റുന്നില്ല. ഇനി കൂടിപ്പോയ ഒരു 15 മിനിറ്റ് കൂടെ മാർക്കിന് ആ ശക്തി കിട്ടും. അത് കഴിഞ്ഞാൽ മാർക്കിന്റെ ശക്തി കുറഞ്ഞു തുടങ്ങും. 30 മിനിറ്റ് ആകുന്ന മുമ്പ് മാർക്ക് വീഴും. അക്കാര്യം മാർക്ക് നന്നായിട്ട് അറിയാം. ഇതിനു മുമ്പ് ഒരു തവണ മാർക്ക് അങ്ങനെ ചെയ്തപ്പോൾ 30 മിനിറ്റ് ആകും മുമ്പേ മാർക്ക് വീണുപോയിരുന്നു. അതിനെക്കുറിച്ച് ആലോചിച്ച മാർക്ക് പെട്ടെന്ന് ഹെവി ഫോളിംഗ് സ്പേസ് ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ കാലിന് ചുറ്റുമായി ഒരു പ്രകാശം ഉണ്ടായി. ആ പ്രകാശം അതിവേഗം ആ ഏരിയ അങ്ങ് കവർ ചെയ്തതും ജിങ്ഷി ആ പ്രകാശത്തിനുള്ളിലായി. ആ പ്രകാശം ജിങ്ഷിയെ കവർ ചെയ്തതും മാർക്ക് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ ആക്ടിവേഷൻ ടെക്നിക്ക് വഴി ജിങ്ഷിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. മാർക്ക് തന്റെ അടുത്തേക്ക് പാഞ്ഞെത്തുന്ന കണ്ടതും അവിടെ നിന്ന് ഓടി മാറാനായി ജിങ്ഷി ശ്രമിച്ചപ്പോൾ പറ്റുന്നില്ല. അയാളുടെ കാല് തറയിൽ ഏതെന്ന് ഉറച്ചു നിൽക്കുകയാണ്. താനൊരു മാന്ത്രിക സ്പെല്ലിന് അടിപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോഴാണ് ജിങ്ഷിക്ക് മനസ്സിലായത്. ജിങ്ഷി അമ്പരപ്പോടെ മാർക്കിനെ നോക്കുമ്പോഴേക്കും മാർക്കിന്റെ കൈ അയാളുടെ പുറത്തു വീണ് കഴിഞ്ഞു. അതിശക്തമായ മാർക്കിന്റെ പഞ്ച് കൃത്യം അയാളുടെ നെഞ്ചിൽ തന്നെ പതിച്ചു. അതിശക്തമായ പഞ്ചിൽ ജിങ്ഷി ഒത്തിരി പുറകോട്ട് തെറിച്ചു. അയാൾ പുറകുവശത്തുള്ള ഒരു മൺകട്ടയിൽ ഇടിച്ച് മുന്നോട്ട് വീഴുകയായിരുന്നു. ഒരു മൺകട്ടയുടെ പുറത്തോട്ട് വീണ ജിങ്ഷി ചാടി എണീറ്റു. ഇപ്പോഴും അയാൾ ആ പ്രകാശത്തിനകത്ത് കുടുങ്ങി നിൽക്കുകയാണ്. അയാൾ മാർക്കിനെ നോക്കിയിട്ട് അയാളുടെ കൈയും നനക്കി. പെട്ടെന്ന് അയാളുടെ കൈക്ക് മുന്നിലായി ഒരു വേർഡ് വന്നു വീണു. വിൻഡ് എന്നാണ് ആ വേർഡ്. ആ വിൻഡ് എന്ന വേർഡ് വന്ന് വീണതും അയാൾ ആ വിൻഡിനെ ഒന്ന് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ മാർക്ക് സൃഷ്ടിച്ചിരുന്ന ആ ഹെവി ഫോളിംഗ് സ്പേസ് എന്നുള്ള ആ പ്രകാശം പെട്ടെന്ന് ബ്രേക്കായി. മാർക്കിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്കിന്റെ അതിശക്തമായ ഒരു സ്പെല്ലാണ് ഈ ഹെവി ഫോളിംഗ് സ്പേസ്. എതിരാളിയെ ആ മാന്ത്രിക സ്പേസിനകത്ത് പിടിച്ചു നിർത്തുന്ന മാർക്കിന്റെ അമൂല്യമായ ടെക്നിക്കുകളിൽ ഒന്നാണത്. ആ ടെക്നിക്കിനെ ഇത് വിൻഡ് എന്ന വേർഡ് ഉപയോഗിച്ച് ജിങ്ഷി തകർത്തെറിഞ്ഞിരിക്കുന്നു. മാർക്ക് അമ്പരപ്പോടെ ജിങ്ഷിയെ നോക്കിയതും ജിങ്ഷി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഹെവി ഫോളിംഗ് സ്പേസ് എനിക്കറിയാം. അതിനെ പ്രതിരോധിക്കാൻ ഞാൻ വിൻഡ് ഇറക്കി. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ 18 വാക്കുകളുടെ സ്പെല്ലുകൾ അതിൽ എല്ലാം ഉണ്ട്.
18 സ്പെല്ലുകളാണ് ആ വേർഡുകളുടെ ശേഖരത്തിലുള്ളത്. ഓരോ സ്പെല്ലിലും ഓരോ വാക്കുകളാണ്. എക്സ്ട്രമിനേറ്റ് ഉപയോഗിച്ചപ്പോൾ മാർക്കിന്റെ ആ സ്പിരിച്വൽ ഫയർ തകർക്കപ്പെട്ടു. ഇതാ വിൻഡ് ഉപയോഗിച്ചപ്പോൾ ഹെവി ഫാളിംഗ് സ്പേസ് തകർക്കപ്പെട്ടു. മാർക്ക് ഫെല്ലർ ശരിക്കും ഇപ്പോ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. മാർക്ക് മിഡിൽ സ്റ്റേജ് മാർക്കുസായി ബലമായി മാറിയിരിക്കുകയാണ്. മാർക്കിന്റെ പവറൊക്കെ വർദ്ധിച്ചിരിക്കുകയാണ്. സകലതും ശരിയാണെങ്കിലും മാർക്കിന് ജിങ്ഷിയെ തൊടാൻ പറ്റുന്നില്ല എന്നാണ് പ്രശ്നം. ജിങ്ഷിയെ തൊടാൻ വേണ്ടിയാണ് മാർക്ക് ആ ഹെവി ഫോളിംഗ് സ്പേസ് ആക്ടിവേറ്റ് ചെയ്തത്. പക്ഷേ വിൻഡ് ഉപയോഗിച്ചുകൊണ്ട് അയാൾ അത് തകർത്തോടുകൂടി മാർക്ക് വീണ്ടും അയാൾക്ക് നേരെ കുതിച്ചു. അയാൾക്ക് നേരെ കുതിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ്. മാർക്ക് ശരിക്കും വേഗതയിൽ ചാടി ഉയർന്നും അതിവേഗതയിൽ ഓടിയും ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് ആക്ടിവേറ്റ് ചെയ്തു. ഒക്കെ അയാളുടെ അടുത്തെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് മാർക്കിനേക്കാൾ ഒരു സ്റ്റെപ്പ് വേഗത കൂടുതലാണ്. മാർക്ക് ഇങ്ങനെ ജിങ്ഷിയുടെ പുറകെ ഓടുന്നത് രണ്ടാമത്തെ നിലയിൽ നിൽക്കുന്ന ഷിയ ഹാങ് കാണുന്നുണ്ട്. അയാൾ വല്ലാതെ അസ്വസ്ഥനാണ്. അയാൾക്ക് മാർക്കിന്റെ ശക്തി എത്രയാണെന്ന് അറിയാം. അതേസമയത്ത് അയാൾക്ക് ആ പർപ്പിൾ വേഷധാരി ജിങ്ഷിയുടെ ശക്തിയും അറിയാം. ജിങ്ഷിയെ പരാജയപ്പെടുത്താൻ മാർക്ക് ഫെല്ലർക്ക് പറ്റിയില്ലെങ്കിൽ തന്റെ കാര്യവും അവസാനിക്കുമെന്ന് ഷിയ ഹാങ്ങിന് അറിയാം. ഷിയും മാർക്കിനെ കണക്ട് ചെയ്തുകൊണ്ട് ജിങ്ഷി പറയുന്ന വാചകം ഷിയ ഹാങ് കേട്ടതാണ്. അയാൾ അതുകൊണ്ട് തന്നെ വളരെ അസ്വസ്ഥതയോടെ താഴെ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ശരിക്കും ഓടിത്തളരുകയാണ്. ഓടിത്തളർന്ന മാർക്ക് പെട്ടെന്ന് അയാളുടെ വാള് വലിച്ചെടുത്തു. ഒരു വലിയ സോഡ് ലൈറ്റ് പെട്ടെന്ന് ഉണ്ടായി. ആ സോഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജിങ്ഷി നേരിടാന്നുള്ളതാണ് മാർക്കിന്റെ അടുത്ത ടാർഗറ്റ്. ചാടി ആകാശത്തിലേക്ക് ഉയർന്ന് മാർക്ക് ഫെല്ലർ 9 ഡിവൈൻ ടെക്നിക്കിന്റെ ആ തേർഡിൽ ഉപയോഗിച്ചു ഒറ്റ വെട്ട്. ശരിക്കും അനവധി സ്ലാഷസ് ഒരേ നിമിഷം ആകാശത്തിൽ ഉണ്ടാവുകയാണ്. അനവധി വാളുകൾ അവിടെ ജിങ്ഷിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഓരോ വാളും ശരിക്കും സോഡ് ലൈറ്റുകളാണ്, ആഫ്റ്റർ ഇമേജുകളാണ് എല്ലാം എന്നർത്ഥം. തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ സോഡ് ലൈറ്റുകളെ നോക്കി ജിങ്ഷി കയ്യൊന്നനക്കി. അയാളെ കയ്യൊന്നനക്കിയതും അയാളുടെ കൈയുടെ തൊട്ടു മുന്നിൽ ഒരു വേർഡ് അവിടെ വന്ന് വീഴുകയാണ്. ഡിസ്ട്രക്ഷൻ, നശീകരണം എന്നുള്ള ആ വേർഡ് വന്ന് വീണതും അതൊരു വൻ സ്ഫോടനം ഉണ്ടാക്കുകയാണ്. മാർക്ക് ഫെല്ലർ സൃഷ്ടിച്ച ആ വാളുകളൊക്കെ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി. ശരിക്കും അവിടെ ഒരു വെടിയും പുകയും ഉണ്ടായെന്ന് പറയാം. ഇപ്പോ മാർക്ക് മിഡിൽ സ്റ്റേജ് മാർക്കുസായി മാറിയിട്ട് 25 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. മാർക്കിന് തന്റെ ബോഡിയിൽ ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി. മാർക്കിന്റെ ശരീരത്തിലെ എൻറ്റയർ ഇന്റേണൽ എനർജി എടുത്ത് ഉപയോഗിച്ചിട്ടാണ് മിഡിൽ സ്റ്റേജ് മാർക്കുസായി മാറിയിരിക്കുന്നത്. മാർക്കിന് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മാർക്കിന് തന്നെ അറിയാം. മാർക്ക് കഴിവിന്റെ പരമാവധി ഒരു ശ്രമം നടത്തുകയാണ്. ആ വാള് മാറ്റി വെച്ചിട്ട് മാർക്ക് വീണ്ടും ജിങ്ഷിക്ക് നേരെ കുതിച്ചു. ജിങ്ഷിക്ക് നേരെ കുതിച്ച മാർക്കിന് ജിങ്ഷിക്ക് അടുത്തെത്താൻ പറ്റുന്നില്ല. ശരിക്കും ഒരു വൻ പ്രഷർ ഇപ്പൊ മാർക്കിന് മുകളിൽ അനുഭവപ്പെടുകയാണ്. ജിങ്ഷി സൃഷ്ടിച്ച ആ ഡിസ്ട്രക്ഷൻ എന്ന വേർഡ് മാർക്ക് ഫെല്ലറെ അതിശക്തമായി പുറകോട്ട് തള്ളുകയാണ്. മാർക്ക് ആ വേർഡിന്റെ പവറിനെ മറികടക്കാനായിട്ട് പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവന് പറ്റുന്നില്ല. മാർക്ക് ആ വേർഡിൽ അതിശക്തമായി ഇടിക്കുകയാണ്. ഇടിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കിന്റെ ആ വേഗത കുറയുന്നത് മുകളിൽ നിൽക്കുന്ന ഷിയ ഹാങ് കാണുന്നുണ്ട്. വേഗത കുറയുന്നു മാത്രമല്ല, മാർക്കിന്റെ കണ്ണുകളും ഏതാണ്ട് അടയുകയാണ്. വല്ലാത്തൊരു ക്ഷീണം മാർക്കിനെ ബാധിച്ചു തുടങ്ങിയെന്ന് അർത്ഥം. ഈ കാഴ്ച ആ വേർഡിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ജിങ്ഷി കൗതുകപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജിങ്ഷി അയാളുടെ കൈ രണ്ടും അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കൈ അങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ അതിശക്തമായ ആ വേർഡ് ഒരു വല്ലാത്ത പ്രഷർ ഉണ്ടാക്കി. ആ പ്രഷർ മാർക്കിന് മുകളിൽ കൊണ്ടുവരികയാണ്. ജിങ്ഷി അങ്ങനെ നോക്കി നിൽക്കി മാർക്ക് ഫെല്ലർ താഴേക്ക് വീണു. ശരിക്കും അവസാന തേടി അയാൾ ഇടിച്ചപ്പോൾ ആ വേർഡിന്റെ അടുത്ത് പോലും എത്താതെ അയാൾ മുന്നോട്ടങ്ങ് വീഴുകയായിരുന്നു. മാർക്ക് ഫെല്ലർ ഒരു ശബ്ദത്തോടെ താഴെ വീണത് മോള് നിൽക്കുന്ന ഷിയ ഹാങ് കണ്ടു. ഇത് മാർക്ക് അവസാനിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഒരു ശബ്ദത്തോടു കൂടി താഴേക്ക് വീണ് നിശ്ചലനാകുന്ന കാഴ്ച മുകളിൽ നിൽക്കുന്ന ഷിയ ഹാങ് കണ്ടു. ഷിയ ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ജിങ്ഷി നടന്ന് മാർക്കിനടുത്തെത്തി. മാർക്കിനടുത്തെത്തുമ്പോൾ മാർക്ക് സംസാരിക്കുന്നതായിരിക്കും കേൾക്കാം. ഇല്ല, ഞാൻ തോക്കാൻ പാടില്ല. അത് കേട്ടതും ജിങ്ഷി മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, ഇത് ശരിക്കും അതിശയമായിരിക്കുന്നല്ലോ. സാധാരണഗതിയിൽ ഈ സാഹചര്യത്തിൽ ആളുകൾ സംസാരിക്കുക മറ്റൊരു രീതിയിലാണ്. എന്നെ കൊല്ലരുതേ എന്നാണ് പറയുക. ഇവിടെ നീ
മറ്റൊരു ശൈലിയിലാണ് സംസാരിക്കുന്നത്. നീ തോക്കില്ല തോക്കില്ല, എന്തായാലും നിന്നെ എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ജിങ്ഷി പറയുമ്പോൾ അവർക്ക് നേരെ എതിർവശത്തുള്ള ബിൽഡിങ്ങിലുള്ള ഷിയാഹാങ് ഓടിപ്പോയി മകളെ എടുത്ത് തോളിലേക്ക് കിടത്തി. എത്രയും പെട്ടെന്ന് അയാൾക്കവിടുന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെട്ടില്ലെങ്കിൽ അയാളുടെ ജീവൻ ആപത്തിലാണ്. അക്കാര്യത്തിൽ അയാൾക്ക് ഒരു സംശയവുമില്ല. അയാൾ അകത്തെ മുറിയിൽ പോയി മോളെ എടുത്ത് തോളിലിട്ട് അതിവേഗം പുറത്തേക്ക് ഓടാൻ പോകുമ്പോൾ അയാൾക്ക് ഒരു ഇന്റേണൽ എനർജിയുടെ സാന്നിധ്യം ഫീൽ ചെയ്തു. അതിശക്തമായ ഒരു ഓറയുടെ സാന്നിധ്യം അയാളുടെ വീടിന്റെ താഴെ അയാൾക്ക് ഫീൽ ചെയ്തു. പടിക്കെട്ട് വഴി താഴേക്ക് ഓടാൻ ശ്രമിച്ച ഷിയാഹാങ് പടിക്കെട്ടി കൂടി തിരിച്ചു കയറി നേരത്തെ അയാൾ നിന്ന ആ ജനാലയുടെ ഭാഗത്ത് വന്നു. അയാൾ താഴേക്ക് നോക്കുമ്പോൾ ജിങ്ഷിയുടെ നേരെ എതിർവശത്തായി മഴയത്ത് ഒരാൾ നിൽക്കുകയാണ്. ലേശം പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു 60 വയസ്സെങ്കിലും അയാൾക്ക് പ്രായം വരും. ആ ആളെ കണ്ടതും ഷിയാഹാങ് അറിയാതെ പറഞ്ഞുപോയി, അയ്യോ അദ്ദേഹം എത്തി. അങ്ങനെ പറഞ്ഞിട്ട് ഷിയാഹാങ് മോളെ കൊണ്ടുവന്ന് കട്ടിലി കിടത്തി. മോളെ കൊണ്ടുവന്ന് കട്ടിലി കിടത്തിട്ട് ഷിയാഹാങ് ഓടി ആ ജനലടുത്തേക്ക് വരുമ്പോൾ മാർക്ക് ഫെല്ലറെ ആഞ്ഞ് ചവിട്ടാനായി കാലുയർത്തിയ ജിങ്ഷി ആ ഇന്ത്യയിൽ എനർജിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും തിരിഞ്ഞു. തൻ്റെ എതിരെ നിൽക്കുന്ന ആളെ കണ്ട ജിങ്ഷി അറിയാതെ ചോദിച്ചു പോവുകയാണ്, ഏയ് ജിയാങ്ഹേ, നിങ്ങളെന്താ ഇവിടെ? ഏയ് ജിങ്ഷി, ഞാൻ മാർക്കിന് വേണ്ടി വന്നതാണ്. ഏയ് ജിയാങ്ഹേ, നിങ്ങൾ എന്തായി പറയുന്നത്? മാർക്ക് ഫെല്ലറെ അങ്ങനെ വിട്ടുതരാനൊന്നും പറ്റത്തില്ല. ഏയ് ജിയാങ്, നീ വിട്ടുതരിയൊന്നും വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഏയ് ജിയാങ്ഹേ, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഇടപെടാതെ വർഷങ്ങൾക്ക് മുമ്പേ പൊതുധാരയിൽ നിന്ന് മാറിയ ആളല്ലേ, എന്നിട്ടിപ്പോ എന്തിനാ വീണ്ടും ഈ പൊതുധാരയിലേക്ക് വരുന്നത്? സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്ന് ഇടപെടാതെ തികച്ചും ഏകാന്ത പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷിയാണ് ഈ ജിയാങ്ഹേ. ആ ജിയാങ്ഹേ ആ പരിശീലനമൊക്കെ മതിയാക്കിയിട്ട് അല്ലെങ്കിൽ ധ്യാനത്തിൽ തുടർന്നിട്ട് എന്തിനാ മാർക്ക് ഫെല്ലറുടെ കേസിൽ ഇടപെടുന്നെന്നുള്ള ജിങ്ഷിയുടെ ചോദ്യം കേട്ടതും ജിയാങ്ഹേ ജിങ്ഷിയോട് പറഞ്ഞു, അന്ന് ഞാൻ ചെയ്യാതെ വിട്ട കാര്യം എനിക്ക് വേണ്ടി പൂർത്തീകരിക്കാൻ മാർക്കിന് കഴിയുമെന്നോ ഞാൻ വിശ്വസിക്കുന്നു. ഹേ ജിങ്ഷി, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ അന്ന് ജിങ്ദു മാർഷൽ അസോസിയേഷനെ തകർക്കാൻ ഒരുപാട് പരിശ്രമിച്ചതാണ്. അത് നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ നിങ്ങൾ ഈ നഗരവും നാടും ഒക്കെ വിട്ട് എങ്ങോ പോയി ഓടി ഒളിച്ചതാണ്. അന്ന് പിന്നെ ജിങ്ദു മാർഷൽ അസോസിയേഷൻ നിങ്ങളെ ഫോളോ ചെയ്യാത്തതാണ്. നിങ്ങളെ കൊണ്ട് നടക്കാത്ത കാര്യം ഇവനെ കൊണ്ട് നടക്കുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഏയ് ജിയാങ്ഹേ, അതാ ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ കാണിക്കാത്ത ധൈര്യം ഇന്ന് മാർക്ക് കാണിക്കുന്നുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് ഇവൻ നിങ്ങളെ അവസാനിപ്പിക്കുമെന്ന്. ഹേ ജിയാങ്ഹേ, നിങ്ങൾ സത്യമായിട്ടും ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയുമില്ല, മാർക്ക് ഫെല്ലർ നിങ്ങളെ തീർക്കുക തന്നെ ചെയ്യും. ഏയ് ജിയാങ്ഹേ, അത് എങ്ങനെ ശരിയാകും? മാർക്ക് ഫെല്ലറെ കൊല്ലാൻ ജിങ്ദു മാർഷൽ അസോസിയേഷൻ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കിനെ എനിക്ക് കൊന്നേ പറ്റൂ. ഏയ് ജിങ്ഷി, അതൊന്നും നടക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് ജിയാങ്ഹേ ഒന്ന് കൈ അനക്കുമ്പോൾ അതുവരെ ഒരു സാധാരണ മനുഷ്യനായി, ഒരു കർഷകനായി മാത്രം നമുക്ക് തോന്നുന്ന ജിയാങ്ഹിയുടെ ബോഡിക്ക് ചുറ്റും അതിശക്തമായ ഒരു ഓറ ഉണ്ടായി. ശരിക്കും അയാളുടെ ആ ഓറ അങ്ങനെ വധിച്ചു വരുമ്പോൾ ഒരു വല്ലാത്ത പ്രഷർ ജിങ്ഷിക്ക് മുകളിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ജിങ്ഷിക്ക് ശരിക്കും ഒരു പ്രശ്നം ഫീൽ ചെയ്യാണ്. ജിയാങ്ഹി പൈറോയിലെ നമ്പർ 1 ആണ്. ലാരി ഹോംസിനൊപ്പം നമ്പർ 1 പൊസിഷനിലുള്ള ജിയാങ്ഹിയോട് എതിരിടാൻ തനിക്ക് പറ്റില്ല എന്ന കാര്യം ജിങ്ഷിക്ക് നന്നായിട്ട് അറിയാം. ജിങ്ഷി ജിയാങ്ഹിയോട് പറഞ്ഞു, ഏയ് ജിയാങ്ഹി, നിങ്ങളിവിടെ വന്നിട്ടില്ലെന്നും നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെന്നും വിചാരിക്കുന്നതല്ലേ നല്ലത്. ദയവായി നിങ്ങൾ പോകണം. നിങ്ങളെ ജിങ്ദു മാർഷൽ അസോസിയേഷൻ എതിരാളിയെ എടുത്താൽ നിങ്ങൾ അവർ കൊല്ലും. അത് കേട്ടതും ജിയാങ്ഹി കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ ശരിക്കും ശക്തമായ ഒരു പ്രഷർ ജിയാങ്ഹിയുടെ മുന്നിലേക്ക് വരികയാണ്. ജിയാങ്ഹെ ഉടൻ അയാളുടെ കൈ അനക്കി. ആ നിമിഷത്തിൽ എക്സ്റ്റർമിനേറ്റ് എന്ന വേർഡ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിശക്തമായ ഒരു വേർഡ്. അത് കണ്ടതും ജിയാങ്ഹെ അയാളോട് പറഞ്ഞു, നീ എന്താ വാക്കുകൾ കൊണ്ട് എന്നെ നേരിടാൻ പോവുകയാണ്? ഇത് ശരിക്കും 9 വേർഡ്സിന്റെ പൈറേറ്റഡ് വെർഷനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട്
ജിയാങ് ഹെ കയ്യൊന്ന് അനക്കിയതും എക്സ്ട്രമിനേറ്റ് എന്ന വേർഡ് തന്നെ ജിയാങ് ഹെയുടെ മുന്നിൽ വന്നു. ജിങ്ഷി സൃഷ്ടിച്ച അതേ വേർഡ് ഇവിടെ ജിയാങ് ഹിയും സൃഷ്ടിക്കുകയാണ്. ആ വേർഡ് സൃഷ്ടിച്ച ജിയാങ് ഹി പെട്ടെന്ന് കയ്യൊന്ന് അനക്കിയതും അതിശക്തമായൊരു ഫോഴ്സിൽ ആ വേർഡ് ജിങ്ഷിയുടെ വേർഡ് നേരെ പാഞ്ഞു വന്നു. ആ വേർഡ് ജിങ്ഷിയുടെ നേരെ പാഞ്ഞു വന്നു എന്ന് മാത്രമല്ല, ജിങ്ഷിയെ എടുത്തങ്ങ് തെറിപ്പിക്കുകയും ചെയ്തു. അൺബിലീവബിൾ ആയിട്ടുള്ളൊരു ഫോഴ്സ് ജിയാങ് ഹിയുടെ ആ ആക്ഷൻ ഉണ്ട്. ജിയാങ് ഹി ജിങ്ഷിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ജിങ്ഷി, നിന്റേത് ഒരു പൈറേറ്റഡ് വെർഷൻ ആണെന്ന്. ജിങ്ദു മാർഷൽ അസോസിയേഷൻ 18 വാക്കുകളുടെ ഒരു ശേഖരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള 9 വാക്കുകളുടെ ശേഖരത്തെ കോപ്പി അടിച്ച് 18 ആക്കി വെച്ചിരിക്കുന്നതാണ്. ജിയാങ് ഹി അത് പറഞ്ഞതും ജിങ്ഷി ജിയാങ് ഹിയോട് പറഞ്ഞു, ഹേ ജിയാങ് ഹി, ഞങ്ങൾ ശരിക്കും ശക്തരാണ്. അങ്ങനെ പറഞ്ഞ ആൾ വീണ്ടും കൈയനക്കിയതും വീണ്ടും ആ വേർഡ് അവിടെ തെളിഞ്ഞു വന്നു, ഡിസ്ട്രക്ഷൻ. നേരത്തെ മാർക്ക് ഫെല്ലറെ തകർത്തെറിഞ്ഞ ആ ഡിസ്ട്രക്ഷൻ എന്ന വേർഡ് വന്നതും ജിയാങ് ഹി ചിരിച്ചുകൊണ്ട് ഇടത് കൈയൊന്ന് അനക്കി. അതേ സമയത്ത് ആ വേർഡ് തന്നെ അവിടെ വീണ്ടും വരികയാണ്, ഡിസ്ട്രക്ഷൻ. ജിങ്ഷി സൃഷ്ടിക്കുന്ന അതേ വേർഡ് തന്നെ ഇവിടെ ജിയാങ് ഹിയും സൃഷ്ടിക്കുകയാണ്. ജിയാങ് ഹിയുടെ ഡിസ്ട്രക്ഷൻ എന്ന വേർഡ് വന്നതും അത് മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. അൺബിലീവബിൾ ആയിട്ടുള്ള വേഗതയിൽ ആ വേർഡ് മുന്നോട്ട് കുതിച്ചതും ശരിക്കും സെക്കൻഡുകൾക്കുള്ളിൽ ജിങ്ഷി വീണ്ടും എടുത്തെറിയപ്പെട്ടു. താൻ ജിയാങ് ഹിക്ക് ഒരു എതിരാളിയെ അല്ല എന്ന ഒരു തോന്നൽ രണ്ടാമതും എടുത്തെറിയപ്പെട്ടതും ജിങ്ഷിക്ക് തോന്നി. ജിങ്ഷി യഥാർത്ഥത്തിൽ 8th ലെവൽ മാർക്വിസ് ആണ്. 9ാമത്തെ ലെവൽ എന്ന് പറയുന്ന പീക്ക് ലെവൽ മാർക്വിസ് ആണ്. പീക്ക് ലെവൽ മാർക്വിസ് എന്ന അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ അയാൾ മാർഷൽ സെയിന്റ് ആവും. മാർഷൽ സെയിന്റ് ആകാനുള്ള തയ്യാറെടുപ്പിലേക്ക് അയാൾ കടക്കുകയാണ്. ആ നിമിഷത്തിലാണ് ഇത് അയാളെ കൂളായിട്ട് ജിയാങ് ഹി എടുത്തെറിയുന്നത്. തറയിലേക്ക് തെറിച്ചു വീണ ജിങ്ഷി എണീക്കുമ്പോൾ അയാളുടെ പുറത്തുകൂടി മഴവെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ഇപ്പോൾ ശക്തമായി മഴ പെയ്യുകയാണ്. മഴയത്ത് തറയിൽ എങ്ങനെ കിടക്കുകയാണ് സാക്ഷാൽ മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർക്ക് അപ്പുറവും ഇപ്പുറവുമായി പരസ്പരം പോരടിക്കുകയാണ് ജിയാങ് ഹിയും ജിങ്ഷിയും. ജിങ്ഷി ജിയാങ് ഹിയോട് പറഞ്ഞു, ജിയാങ് ഹി, ഞാനൊരു കാര്യം ചെയ്യാം, നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലാന്ന് ഞാനങ്ങ് ഭാവിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അതിവേഗം ഒരൊറ്റ കുതിപ്പ്. അങ്ങനെ കുതിക്കാനായിട്ട് അയാൾ ഉപയോഗിച്ചത് ഒരു വേർഡാണ്, വിൻഡ് എന്ന് എഴുതിയ വേർഡാണ് അയാൾ അതിനെ വേണ്ടി ഉപയോഗിച്ചത്. വിൻഡ് എന്ന് എഴുതിയ വേർഡ് അയാൾ സൃഷ്ടിച്ചിട്ട് തറയിലേക്ക് ഇടുകയായിരുന്നു. ആ വേർഡിന് മുകളിലേക്ക് ജിങ്ഷി കയറിയതും ആ വേർഡ് ജിങ്ഷിയും കൊണ്ട് അതിവേഗം മുന്നോട്ട് പറക്കുകയായിരുന്നു. കാറ്റിന്റെ വേഗതയിൽ ആ വേർഡിന്റെ മുകളിൽ കയറി പറന്നു പോകുന്ന ജിങ്ഷി ജിയാങ് ഹിയോട് പറഞ്ഞു, ജിയാങ് ഹി, നിങ്ങൾ എതിരിട്ടിരിക്കുന്നത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെയാണ്, മറക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിവേഗം ആ വിൻഡ് എന്ന വേർഡിലൂടെ അയാൾ മുന്നോട്ട് നീങ്ങിയതും ജിയാങ് ഹി കയ്യൊന്നനക്കിയതും ജിയാങ് ഹിയുടെ കൈവിരലിൽ നിന്ന് വാളെന്ന വേർഡ് അവിടെ അടർന്നു വീണു. ആ അടർന്നു വീണ വേർഡിനെ ജിയാങ് ഹി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തതും ആ വേർഡ് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ജിയാങ് ഹിയെ നോക്കി അലറിക്കൊണ്ട് പായുന്ന ജിങ്ഷി പെട്ടെന്ന് ഒരു മതിലിടിച്ച് താഴേക്ക് വീണു. ശരിക്കും അയാളുടെ തൊട്ടു പിന്നിലായി ജിയാങ് ഹി സൃഷ്ടിച്ച മതില് വന്നു നിന്നതാണ്. ശരിക്കും അവിടെ വാളെന്നെഴുതിയ ഒരു വേർഡാണ് യഥാർത്ഥത്തിൽ വന്നു നിന്നത്. പക്ഷെ അതൊരു വാള് തന്നെയാണ്, ഒരു മതില് തന്നെയാണ്. ആ മതിലിടിച്ച് വിൻഡ് എന്ന വേർഡിലുള്ള ജിങ്ഷി താഴെ വീണതും അയാൾ അടുത്തേക്ക് ജിയാങ് ഹി എത്തുകയും ചെയ്തു. താഴെ വീണ ജിങ്ഷിയോടായി ജിയാങ് ഹി പറഞ്ഞു, ഹേയ്, ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഈ വേർഡ് ടെക്നിക്കൊക്കെ എൻ്റെ 9 വേർഡ്സിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ആണെന്ന്. അതിൻ്റെ ഒരു പൈറേറ്റഡ് വെർഷനാണ് നീ ഉപയോഗിക്കുന്നത്. അതിന് ഇത്രയൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് ശരിക്കും ഒരു ഭയം ജിങ്ഷിയുടെ മുഖത്തുണ്ട്. അയാളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ആ വിൻഡിൽ കയറിയുള്ള യാത്ര. ആ വേർഡ് അയാളെ രക്ഷിക്കുമെന്ന് തന്നെയാണ് അയാൾ കരുതിയത്. അയാൾ ജിയാങ് ഹിയോട് പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യരുത്. ഏയ് ജിങ്ഷി, അത് പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ജിയാങ് ഹി അയാളുടെ തൊട്ടടുത്ത് എത്തിയിരുന്നു. ശരിക്കും ജിങ്ഷിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ജിയാങ് ഹി അയാളുടെ തലയിൽ ഒന്ന് കൈവച്ചു. ഒരു തേങ്ങയുടെ മുകളിൽ നമ്മൾ കൈകൊണ്ട് പിടിക്കും പോലെ ജിങ്ഷിയുടെ തലയിൽ ജിയാങ് ഹി കൈകൊണ്ട് പിടിച്ചതാണ്. യഥാർത്ഥത്തിൽ ജിയാങ് ഹി പൊക്കം കുറഞ്ഞ മനുഷ്യനും ജിങ്ഷി പൊക്കം കൂടിയ മനുഷ്യനാണ്. താഴെ നിൽക്കുന്ന ജിയാങ് ഹി കൈ ഉയർത്തി ജിങ്ഷിയുടെ തലയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. തലയിൽ അങ്ങനെ പിടിച്ചതും ജിയാങ് ഹി ആ വിരലെന്ന് അമർത്തിയതും ഒരേ നിമിഷത്തിലാണ്.
ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മുകളിൽ നിൽക്കുന്ന ഷിയ ഹാങ് കണ്ടത്. ജിങ്ഷിയുടെ തല ജിയാങ് വെറുതെ ഒന്ന് അമർത്തി പൊട്ടിച്ചു. ഒരു ബലൂൺ ഇങ്ങനെ അമർത്തി പൊട്ടിക്കും പോലെ തല അമർത്തേക്ക് പൊട്ടിക്കുകയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പവർ ജിയാങ്ഹയുടെ ആ കയ്യിലുണ്ടെന്ന് അർത്ഥം. പൈറോയിലെ നമ്പർ 1 ആളുകൾ വെറുതെ അല്ല ജിയാങ്ഹയെ കുറിച്ച് പറയുന്നത്. അയാളുടെ കയ്യിൽ അവിശ്വസനീയമായ ഒരു ശക്തിയുണ്ട്. ഈ കാഴ്ച തറയിൽ കിടക്കുന്ന മാർക്ക് ഫെല്ലർ കൃത്യമായി കണ്ടു. പേടിച്ച കാര്യം സംഭവിച്ചില്ല. ജിങ്ഷി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ഷിയ ഹാങ് പിടിക്കപ്പെടുമായിരുന്നു. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാർക്ക് ഫെല്ലർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നിട്ടും മാർക്ക് ജിങ്ഷിയുമായി എതിരിട്ടത്. തറയിലേക്ക് വീണ ജിങ്ഷിയുടെ ബോഡിയിലെ തല മാത്രം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവനെ ജിയാങ്ഹി ഒന്ന് നോക്കുമ്പോൾ അവന് പുറത്ത് മഴവെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അതിശക്തമായി മഴ പെയ്യുകയാണ്. മഴയത്ത് തകർന്നു കിടക്കുന്ന ആ തലയിലേക്ക് നോക്കിയിട്ട് ജിയാങ്ഹി നടന്ന് മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് എത്തി. ജിയാങ്ഹി മാർക്ക് ഫെല്ലറുടെ അടുത്തെത്തിയതും മാർക്ക് ഫെല്ലർ കിടന്നടുത്തുനിന്ന് എണീക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടതും ജിയാങ്ഹി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ഇത് അതിശയമായിരിക്കുന്നല്ലോ. സാധാരണഗതിയിൽ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ബലമായി കടക്കാൻ ശ്രമിക്കുന്ന ആള് ബോധം കെട്ട് വീണാൽ മിനിമം ഒരു 15 ദിവസം കോമയിലായിരിക്കും, അബോധാവസ്ഥ തന്നെയായിരിക്കും. ഇവിടെ ഇതാ മാർക്ക് ശരിക്കും ക്ഷീണത്തോട് തറയിൽ വീണിട്ടും ബോധം നഷ്ടമായിട്ടേ ഇല്ല. മാർക്ക് പാടുപെട്ട് എണീക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജിയാങ്ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ നമുക്ക് പോവാം. അത് കേട്ടതും മാർക്ക് ജിയാങ്ഹയോട് പറഞ്ഞു, സീനിയർ ജിയാങ്ഹെ, ദയവായി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇപ്പോൾ വന്നാൽ ശരിയാകില്ല. മാർക്ക്, നിനക്ക് ശരിക്കും ഗുരുതരമായി പരിക്കുണ്ട്. സീനിയർ, എനിക്കറിയാം, എൻ്റെ പ്ലാനുകൾ നടക്കണമെങ്കിൽ അങ്ങ് ഉടനെ ഇവിടുന്ന് പോകണം. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞത്. മാർക്ക് പറയുന്ന കേട്ടതും ജിയാങ്ഹി മാർക്കിനൊന്ന് നോക്കിയിട്ട് അതിവേഗം ആ തെരുവിലൂടെ മുന്നോട്ട് നടന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഈ സമയത്ത് ഷിയ ഹാങ് ശരിക്കും സന്തോഷത്തോടെ മുകളിൽ നിന്ന് താഴെ ഓടിയെത്തി. പർപ്പിൾ വസ്ത്രധാരിയെ ജിങ്ഷിയുടെ കൈയാൽ മാർക്ക് ഫെല്ലർ കൊല്ലപ്പെടാൻ പോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഷിയ ഹാങ് നേരിൽ കണ്ടതാണ്. സകലതും അവസാനിച്ചു എന്ന് ഷിയ ഹാങ് കരുതിയെടുത്തുന്നാണ് ഇതാ മാർക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. മാർക്കിനെ സാക്ഷാൽ ജിയാങ് ഹിയാണ് രക്ഷിച്ചത്. മാർക്ക് ഫെല്ലറുടെ അടുത്ത് ഷിയ ഹാങ് എത്തിയതും മാർക്ക് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഷിയ പ്ലീസ്. അത്രയേ മാർക്കിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും മാർക്ക് താഴെ വീണ് കഴിഞ്ഞു. ശരിക്കും ആ വാക്ക് ഷിയോട് പറയാൻ വേണ്ടി മാത്രം മാർക്കിന്റെ ശക്തി സ്വരൂപിച്ചു വെച്ചിരുന്നുവെന്ന് ആ വീഴ്ച വിളിച്ചു പറയുകയാണ്. മാർക്ക് താഴെ വീണ് നിശ്ചലനാവുകയാണ്. അപ്പോഴും അതിശക്തമായി മഴ പെയ്യുകയാണ്. ഈ സമയത്ത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ പ്രസിഡന്റ് ക്യൂഷനിൻ അക്ഷമനായി കാത്തിരിക്കുകയാണ്. അയാളുടെ തൊട്ടടുത്ത് അയാളുടെ സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി ക്യൂഷനോട് പറഞ്ഞു, പ്രസിഡന്റ്, ആ മാർക്ക് ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള വളർച്ചയാണ് നേടിയിരിക്കുന്നത്. അതെ അതെ, ശരിക്കും അവനൊരു ജീനിയസാണ്. പ്രസിഡന്റ്, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവനാണ് ആ ബ്ലാക്ക് റോബുധാരി എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയാം. നമ്മുടെ ബ്ലാക്ക് ഗോൾഡുധാരികളെ അവൻ നിഷ്പ്രയാസമല്ലേ തോൽപ്പിച്ചത്. ക്യൂഷനിന്റെ കൺമുന്നിൽ വെച്ചാണ് 12 പേരടങ്ങിയ ആ ബ്ലാക്ക് ഗോൾഡുധാരികളെ മാർക്ക് ഫെല്ലർ തോൽപ്പിക്കുന്നതും അവിടുന്ന് ചാടി രക്ഷപ്പെടുന്നതും. ക്യൂഷനിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മാർഷൽ സെയിന്റ് വെപ്പൺ പോലും ശരിക്കും ഫലപ്രദമായി ഉപയോഗിക്കാൻ ക്യൂഷന് അന്ന് പറ്റിയില്ല. ഒരു ചലച്ചിത്രത്തിന്റെ പോലെ ആ രംഗങ്ങൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സെക്രട്ടറിയും ക്യൂഷനും അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യൂഷനൻ സെക്രട്ടറിയോട് പറഞ്ഞു, എന്തായാലും അവൻ തീർന്നേ പറ്റൂ. അവൻ വളർന്നു വന്നാൽ നാളെ നമുക്ക് എല്ലാവർക്കും പണിയാകും. ഈ താഴെത്തട്ടിലുള്ളവന്മാർക്ക് എങ്ങനെ ഇത്രയും ശക്തി കിട്ടി? എനിക്കതാണ് മനസ്സിലാകാത്തത്. ആ ചോദ്യം സെക്രട്ടറിയുടെ വകയാണ്. അവനും എലൈറ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഒരു കക്ഷിയാണ്. അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകൾ മാത്രമാണ് ആ ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ തലപ്പത്ത് എത്താറുള്ളത്. അവന് മനസ്സിലാക്കാത്ത കാര്യം ഇതാണ്, ഊരും പേരുമില്ലാത്ത ഒരു സ്ഥലത്തുനിന്ന് ഒരുത്തൻ ഇതാ മുകളിലേക്ക് വന്ന് സകലരെയും ചോദ്യം ചെയ്യുന്ന ശൈലിയിൽ വളർന്നിരിക്കുന്നു. ഈ ന്യൂ സെലസ്റ്റിലെ സകല പ്രഭു കുടുംബങ്ങളിലെയും
ചെറുപ്പക്കാരെക്കാൾ ശക്തനാണ് ഇപ്പോൾ മാർക്ക് ഫെല്ലർ. എങ്ങനെ അത് സംഭവിച്ചു? അതാണ് അവർക്ക് ആർക്കും മനസ്സിലാവാത്തത്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ മാർഷൽ ആർട്സ് പ്രാക്ടീസ് തുടങ്ങിയിട്ട് 20 മാസത്തിന് താഴെ ആവത്തുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്തരത്തിലൊരു വിജയം, അത് സങ്കല്പിക്കാനാവാത്ത വിജയമാണ്. അതിനെക്കുറിച്ച് പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് മഴ നനഞ്ഞ് ഒരാൾ കയറി വന്നു. കയറി വന്നത് സാക്ഷാൽ ഷിയ ഹാങ് ആണ്. അകത്തേക്ക് വന്ന ഷിയ ഹാങ് പ്രസിഡന്റ് ക്യൂഷിനെ നോക്കിയിട്ട് അയാൾ കോളറി പിടിച്ചിരിക്കുന്ന ഒരാളെ ആ മേശയുടെ മുകളിലേക്ക് വലിച്ചും കിട്ടു. മേശയുടെ മുകളിലേക്ക് വന്നു വീണ ആളെ കണ്ടതും ക്യൂഷിനും ചാടി എണീറ്റ് പോവുകയാണ്. സെക്രട്ടറിയും രണ്ടുപേരും അമ്പരപ്പോടെ മേശപ്പുറത്ത് അങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ആളെ സൂക്ഷിച്ചു നോക്കി. ഏയ്, ഇത് മാർക്കാണല്ലോ. ഏയ് ഷിയ ഹാങ്, മാർക്ക് ഫെല്ലർ. അതെ, ഞാൻ അവരെങ്ങ് പിടികൂടി. വളരെ കൂളായിട്ട് ഷിയ ഹാങ് അത് പറഞ്ഞപ്പോൾ സെക്രട്ടറി ഷിയ ഹാങ്ങിനോട് ചോദിച്ചു, വൈസ് പ്രസിഡന്റ് ഷിയ ഹാങ്, ഇവിടുന്ന് ഞങ്ങൾ പർപ്പിൾ റോബുധാരിയായ ജിങ്ഷിയെ അയച്ചിരുന്നു. അദ്ദേഹം ജിങ്ഷി മരിച്ചു. ജിങ്ഷി മരിച്ചു എന്ന് കേട്ടപ്പോൾ പ്രസിഡന്റ് ക്യൂഷനൻ അറിയാതെ അയാളെ കസിനെ പിടിച്ചു പോവുകയാണ്. ഏയ് ഷിയ, നീ എന്താ പറഞ്ഞേ? ജിങ്ഷി മരിച്ചെന്നോ? എങ്ങനെ? അയാളെ കൊന്നതാണ്. ഏയ് ഷിയ, ആര് കൊന്ന്? മാർക്ക്. വളരെ കൂളായിട്ടാണ് ഷിയ അത് പറഞ്ഞത്. ഷിയ പറഞ്ഞ കേട്ടപ്പോ വിശ്വസിക്കാനാവാതെ പ്രസിഡന്റും സെക്രട്ടറിയും മുഖത്തോട് പോയി നോക്കുകയാണ്. പർപ്പിൾ വസ്ത്രധാരിയായ ജിങ്ഷി 8th ലെവൽ മാർക്കിസ് ആണ്. അയാളെ 4th ലെവൽ മാർക്കിസ് ആയിട്ടുള്ള മാർക്ക് ഫെല്ലർ കൊല്ലുന്നൊക്കെ പറഞ്ഞാൽ അസംഭവ്യമാണ് ആ കാര്യം. ആ കാര്യത്തിൽ പ്രസിഡന്റ് ക്യൂഷിനോ അയാളുടെ സെക്രട്ടറിക്കോ ഒരു സംശയവുമില്ല. അങ്ങനെ അവർ സംശയിച്ചിരിക്കുമ്പോൾ ഒരു കോള് വന്നു. കോള് കണക്ട് ആയതും ക്യൂഷിനോട് കോള് വിളിച്ചാൽ പറഞ്ഞു, പ്രസിഡന്റ്, ജിങ്ഷി കൊല്ലപ്പെട്ടു. ആ മാർക്ക് ഫെല്ലറാണ് ജിങ്ഷിയെ കൊന്നത്. അയാള് ഇവിടെ ഷിയ ഹാങ്ങിന്റെ വീടിനടുത്ത് തറയിൽ കിടക്കുകയാണ്. തല മുഴുവൻ ചിതറിയിരിക്കുകയാണ്. അതുവഴി വന്ന ആരോ രക്തം ഒലിച്ചു ഇറങ്ങുന്ന കണ്ട് അന്വേഷിച്ച് ഷിയ ഹാങ്ങിന്റെ വീടിനടുത്ത് വന്നപ്പോൾ ഷിയ ഹാങ്ങിന്റെ വീടിന് മുന്നിൽ കൊല്ലപ്പെട്ട നിലയിൽ പർപ്പിൾ വസ്ത്രധാരിയായ ജിങ്ഷിയെ കണ്ടതാണ്. ഷിയ ഹാങ്ങിന്റെ വീട്ടിലേക്കുള്ള വഴി ഒറ്റപ്പെട്ട വഴിയാണ്. ആ വഴിയിലേക്ക് സാധാരണഗതിയിൽ ആരും വരേണ്ടതല്ല. പക്ഷെ മഴ പെയ്ത് വെള്ളം ഒലിച്ച് താഴേക്ക് വന്നപ്പോൾ അതിൽ രക്തം ശരിക്കും കലർന്നപ്പോൾ അത് കണ്ട ആരോ മുകളിലേക്ക് നടന്നു കയറി എത്തിയതാണ് ഷിയ ഹാങ്ങിന്റെ വസതിയിൽ. ആ വസതിക്ക് മുന്നിൽ ജിങ്ഷിയെ കണ്ട അയാൾ അതുപോലെ റിപ്പോർട്ട് ചെയ്തതാണ്. ശരിക്കും ജിങ്ഷിയെ സപ്പോർട്ട് ചെയ്യാനായി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആളുകളെ അവിടെ അയച്ചിരുന്നു. അവര് അവിടെ എത്തുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ആ ഫോണിലൂടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ പ്രസിഡന്റ് ക്യൂഷിനൻ ഫോൺ കട്ടായതും നിശബ്ദനായി മേശപ്പുറത്ത് കിടക്കുന്ന മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കി. ശരിക്കും അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അയാൾ സാവധാനം തല ഉയർത്തി ഷിയ ഹാങ്ങിനെ നോക്കി. ഷിയ, ജിങ്ഷി കൊന്ന മാർക്കിനെ നീ എങ്ങനെ പിടികൂടിയ? പ്രസിഡന്റ്, ഇവൻ ഒരു സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് കടന്നതാണ്. ആ ലെവലിൽ വെച്ചാണ് അവൻ ജിങ്ഷിയെ കൊന്നത്. അത് കഴിഞ്ഞതും ഇവൻ താഴെ വീണു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പിടികൂടി കൊണ്ടുവന്നതാണ്. പ്രസിഡന്റ് അറിയാമല്ലോ, ബലമായിട്ട് ഒരു ലെവൽ മറികടക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുന്നു. പ്രസിഡന്റ് ക്യൂഷൻ അത് അറിയാം. അയാള് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണല്ലോ. ഒരുപാട് സ്പെല്ലുകൾ അയാൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഒരു ലെവലിൽ നിൽക്കുന്ന ആൾ അടുത്ത ലെവലിലേക്ക് ബലമായി കടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അയാൾക്കറിയാം. അത് മനസ്സിലാക്കിയ ക്യൂഷനൻ ഉറക്കെ ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഷിയ, നീ ചെയ്തത് വലിയ കാര്യമാണ്. നീ എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നു. ഞാനിത് നമ്മുടെ ഹയർ പൊസിഷനിലുള്ള ആളുകളോട് പറയാം. പ്രസിഡന്റ്, അതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞോളാം. പ്രസിഡന്റ് ക്യൂഷൻ വഴി അല്ലാതെയും തനിക്ക് ഹയർ അതോറിറ്റികളെ ഈ കാര്യം അറിയിക്കാൻ കഴിയുമെന്നുള്ള ഒരു വാർത്തയാണ് ഷിയ ഹാങ് പങ്കുവച്ചത്. അത് കേട്ടതും ചിരിച്ചുകൊണ്ട് ക്യൂഷൻ പറഞ്ഞു, ഷിയ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല. നമുക്ക് ഹയർ അതോറിറ്റികളെ അറിയിക്കാം. എന്തായാലും ഇതൊരു കമന്റബിൾ വർക്കാണ്. മാർക്ക് ഫെല്ലർ നമുക്ക് വല്ലാത്തൊരു ത്രെട്ടായിരുന്നു. അവരെ പിടികൂടിയ സ്ഥിതിക്ക് അവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം. അത് കേട്ടതും എന്ത് പറയണമെന്നറിയാതെ ഷിയ ഹാങ് ഒരു നിമിഷം സ്റ്റക്ക് ആവുന്ന സമയത്ത് ക്യൂഷനിന്റെ സെക്രട്ടറി ക്യൂഷനോട് പറഞ്ഞു, പ്രസിഡന്റ്, അത് വേണ്ട. എന്താ പ്രസിഡന്റ്, ഈ മാർക്ക് ഫെല്ലറെ
പിടികൂടാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഉത്തരവ് നിലവിലിരിക്കുമ്പോൾ നമ്മൾ മാർക്ക് ഫെല്ലറുടെ പുറത്ത് ശിക്ഷ നടപ്പാക്കിയാൽ അത് നമുക്ക് പ്രശ്നമാവും. സർക്കാർ ചിലപ്പോൾ നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. സർക്കാർ ഒരാൾക്കെതിരെ ഒരു വാറണ്ട് ഇറക്കിയിരിക്കുമ്പോൾ ആ വാറണ്ടിൽ സൂചിപ്പിക്കുന്ന ആളെ വേറെ ആരെങ്കിലും പിടികൂടി വധശിക്ഷ നടപ്പിലാക്കിയെന്നൊക്കെ പറഞ്ഞാൽ അത് നിയമത്തെ ധിക്കരിക്കുന്നതിന് തുല്യമാവും. അക്കാര്യം സെക്രട്ടറി പറഞ്ഞപ്പോൾ ക്യൂഷനും മനസ്സിലായി. ക്യൂഷൻ ഉടൻ തന്നെ കൈ ഒന്ന് കൊട്ടി. ആ നിമിഷത്തിൽ രണ്ടാളുകൾ അകത്തേക്ക് വന്നു. അവരോടായി ക്യൂഷൻ പറഞ്ഞു, നിങ്ങൾ ഈ മാർക്കിനെ അവിടെ ജയിലിൽ കൊണ്ടുവന്നത് ഏത് മുറിയിലാണ് ഇടേണ്ടതെന്ന് അറിയാവോ? എമിലിയുടെ നേരെ ഓപ്പോസിറ്റുള്ള മുറി. ഇവൻ കാണട്ടെ അവൻ്റെ എമിലി തടവിൽ കിടക്കുന്നത്. അവളും ഇവനെ കാണണം. എമിലി ബ്ലാക്കിന്റെ ഓപ്പോസിറ്റുള്ള മുറിയിൽ മാർക്ക് ഫെല്ലറെ അടയ്ക്കാനുള്ള നിർദ്ദേശം ക്യൂഷനൻ അയാളുടെ സബോർഡിനേറ്റ്സിന് കൊടുത്തു. അവർ ഉടൻ തന്നെ മാർക്ക് ഫെല്ലറെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ ആ ജയിൽ ഗേറ്റിനടുത്ത് കൊണ്ടുവന്നു. അവരെ ഗേറ്റ് തുറന്ന ആ സബോർഡിനേറ്റ്സ് മാർക്ക് ഫെല്ലറെ അങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. ശരിക്കും മാർക്കിന്റെ കാല് തറയിലൂടെ അങ്ങനെ ഇഴഞ്ഞു വരികയാണ്. ഈ കാഴ്ച ആ ജയിലിനകത്തുള്ള സെല്ലുകളിലുള്ള പല ആളുകളും കണ്ടു. അവർ പലർക്കും ഇപ്പൊ മാർക്കിനെ പരിചയമുണ്ട്. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഷിയ ഹാങ് ഒന്നിച്ച് മാർക്ക് ഫെല്ലർ ആ ജയിലിനകത്ത് വന്നിരുന്നു. ഷിയ ഹാങ്ങിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തടവുകാരനായി പിടിച്ചുകൊണ്ടാണ് അന്ന് മാർക്ക് ഫെല്ലർ ജയിലിനകത്ത് കടന്നത്. ആ കാഴ്ച അന്ന് കണ്ട ആളുകൾ തന്നെയാണ് ഇപ്പോഴും ആ സെല്ലുകളിലുള്ളത്. അവരെല്ലാം അമ്പരപ്പോടെയാണ് മാർക്കിനെ നോക്കിയത്. മാർക്കിനെ ഒരു പിടികൂടിയോ? ആ ജയിലിനകത്ത് വരുന്ന ഒരാളും തന്നെ അവിടുന്ന് പുറത്തു പോകില്ല എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും അവരുടെ അനുഭവത്തിലൂടെ അറിയാവുന്നതാണ്. മാർക്കിന്റെ ആ അവസ്ഥയിൽ ആ സെല്ലിനകത്തുള്ള സകലർക്കും വളരെ സങ്കടം. ആ സബോർഡിനേറ്റ്സ് മാർക്കിനെ വലിച്ചിഴച്ച് എമിലി ബ്ലാക്കിന്റെ സെല്ലിന് നേരെ എതിർവശത്തുള്ള സെല്ലിൽ കൊണ്ടുവന്ന് അങ്ങ് അടച്ചു. അകത്തേക്ക് മാർക്കിനെ കൊണ്ട് കിടത്തുമ്പോൾ മാർക്ക് നല്ല ഉറക്കത്തിലാണ്. മറുഭാഗത്ത് എമിലി ബ്ലാക്കും ഏതാണ്ട് ഉറക്കത്തിലാണ്. അവൾ നിൽക്കുകയാണെങ്കിലും നല്ല ഉറക്കത്തിലാണ്. എമിലി ബ്ലാക്കിന് കിടക്കാനുള്ള സൗകര്യമൊന്നും കൊടുക്കാറില്ല. അവൾ മിക്കവാറും അങ്ങനെ കെട്ടിയിട്ടേക്കുകയാണ്. മാർക്ക് ഫെല്ലറെ സബോർഡിനേറ്റ്സ് ജയിലിലടയ്ക്കാൻ കൊണ്ടുപോയ നിമിഷത്തിൽ ക്യൂഷനും ഷിയ ഹാങ്ങും കോൺഫറൻസ് മുറിയിലേക്ക് വന്നു. അവരെത്തി അധിക സമയം കഴിയുമ്പോൾ ആ 8 ശബ്ദങ്ങളും അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. 8 വ്യത്യസ്ത കസേരകളുടെ പിന്നിൽ പതുക്കെ ലൈറ്റ് തെളിയുകയാണ്. ആ 8 കസേരകളും ഇരുട്ടത്താണ്. ആ കസേരയിലുള്ള ലൈറ്റ് തെളിയുന്നതാണ് ആ കസേരയ്ക്ക് പുറകിൽ ആളെത്തിയതിന്റെ സൂചന. 8 കസേരകളിലും ലൈറ്റുകൾ തെളിഞ്ഞതും ഒരു മുഴക്കമുള്ള ശബ്ദം. പ്രസിഡന്റ് ക്യൂഷനോട് ചോദിച്ചു, ഏയ് ക്യൂഷൻ, എന്തിനാ ഞങ്ങളെ കാണണമെന്ന് നീ ആവശ്യപ്പെട്ടത്? സർ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. സർ, ആ മാർക്ക് ഫെല്ലറെ ഞങ്ങൾ പിടികൂടി. അവനെ നമ്മൾ ഇവിടെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അത് കേട്ടതും ആ ശബ്ദങ്ങളിലൊക്കെ വല്ലാത്തൊരു ആവേശം. ഓഹോ, മാർക്കിനെ പിടികൂടിയോ? നന്നായി. എന്തായാലും അവൻ വലിയൊരു തട്ട് തന്നെയായിരുന്നു. ഇനി അവനെ വെച്ചുകൊണ്ടിരിക്കണ്ട, അവനെ തട്ടിയേക്ക്. ഒരു ശബ്ദം അങ്ങനെ പറഞ്ഞതും ക്യൂഷനൻ അവരോട് പറഞ്ഞു, സാർ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ മാർക്കിനെതിരെ ഒരു വാണ്ടഡ് സർക്കാരിന്റെ വകയായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ അറിയാതെ, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാരിൽ നിന്ന് മാർക്കിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓർഡർ നമുക്ക് വാങ്ങണം. അത് വാങ്ങിക്കഴിഞ്ഞാൽ മാർക്കിനെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ക്യൂഷനൻ ഉറക്കെ അകത്തുള്ള ആളുകളോട് പറഞ്ഞു, സർ, മാർക്കിനെ പിടിച്ചത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷിയ ഹാങ് ആണ്. അതുവരെ നിശബ്ദനായിരുന്ന ഷിയ ഹാങ് ശരിക്കും ആത്മവിശ്വാസത്തോടു കൂടി ആ ശബ്ദങ്ങളോട് പറഞ്ഞു, അതെ സാർ, ഞാനാ മാർക്ക് ഫെല്ലറെ പിടികൂടിയത്. ഷിയ, എനിക്കറിയാമായിരുന്നു നീ ആള് മിടുക്കനാണെന്ന്. നീ ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ക്യൂഷനൻ, ഇന്നു മുതൽ ഷിയ ഹാങ്ങിന് എല്ലാവിധ അനുവാദങ്ങളും കൊടുക്കണം. ശരിക്കും ഷിയ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അകത്തുനിന്ന് വല്ലാത്ത ആവേശത്തോടു കൂടി ആ ശബ്ദങ്ങൾ അങ്ങനെ മുഴങ്ങുകയാണ്. പെട്ടെന്ന് അതിനകത്തുനിന്ന് ഒരു ലേഡി ശബ്ദം. അങ്ങനെയാണെങ്കിൽ ഷിയ ഹാങ് തന്നെ മാർക്കിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോ അകത്ത് നിന്ന് ശരിക്കും മുഴക്കമുള്ള ശബ്ദത്തിൽ ഒരു സ്ത്രീ സംസാരിച്ചു. ഷിയ, അപ്പൊ ഞാൻ ഷിയക്ക് തന്നെ ഈ ചുമതല നൽകാമെന്ന് വിചാരിക്കുകയാണ്. നീ ഗവൺമെന്റ് അധികാരികളെ കണ്ട് ആവശ്യമായ രേഖകളൊക്കെ സംഘടിപ്പിക്കണം. അതിനുശേഷം മാർക്കിനെ എക്സിക്യൂട്ട് ചെയ്യണം. എത്രയും വേഗം ചെയ്യാൻ ശ്രമിക്കണം. ഷിയ ഹാങ് ആഗ്രഹിച്ചിരുന്ന കാര്യം ഇതാ ഷിയ ഹാങ്ങിന് തന്നെ കിട്ടിയിരിക്കുകയാണ്. അത് കേട്ടതും ഷിയ ഹാങ് ഉറക്കെ പറഞ്ഞു, ഹെറപ്സ്, ഉറപ്പായും ഞാനത് ഭംഗിയായി ചെയ്യാം.
മാർക്ക് ഫെല്ലറെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓർഡർ ഉണ്ടാക്കുന്ന ചുമതല ഇപ്പോൾ ഷിയ ഹാങ്ങിനാണ്. ഷിയ കൂടുതൽ സമയമെടുത്താൽ മാർക്ക് ഫെല്ലർക്ക് രക്ഷപ്പെടാനുള്ള സമയം അത്രയും കിട്ടുമെന്ന് അർത്ഥം. ഷിയ ക്യൂഷനോടും യാത്ര പറഞ്ഞ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി അവന്റെ ജോലി എത്രയും പെട്ടെന്ന് ഗവൺമെന്റിൽ ബന്ധപ്പെട്ട് മാർക്ക് ഫെല്ലറെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്രൈമുകളും ലിസ്റ്റ് ചെയ്യണം. ആ ക്രൈം നടന്നിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ക്രൈം, അതെല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് മാർഷൽ ആർട്സ് മേഖലയ്ക്ക് അയാളൊരു അപകടകാരിയാണെന്ന് കണ്ട് മാർഷൽ ആർട്സ് മേഖലയുടെ ചുമതല വഹിക്കുന്ന ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് അയാളെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രത്യേക പെർമിഷൻ ഗവൺമെന്റ് നൽകണം. ആ പെർമിഷൻ വാങ്ങലാണ് ഷിയ ഹാങ്ങിന്റെ ജോലി എന്ന് പറയുന്നത്. ഷിയ ഹാങ് ആ ആക്ടിവിറ്റിയിലേക്ക് കടന്നതും ക്യൂഷനൻ മാർക്ക് ഫെല്ലർ പിടികൂടിയ കാര്യം ഉടനെ അയാളുമായി ബന്ധപ്പെട്ട ആളുകളേക്ക് വിളിച്ചറിയിച്ചു. വിവരം അറിഞ്ഞതും ഷാങ്ഹായി അകത്ത് ഏകാന്ത പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജിനിയാവോയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഏയ് ജിനിയാവോ, നീ അറിഞ്ഞ കാര്യം? അച്ഛാ, എന്താ കാര്യം പറയൂ. ഏയ് ജിനിയാവോ, മാർക്ക് ഫെല്ലറെ പിടികൂടി. മാർക്കിനെ പിടികൂടിയോ? അതേന്ന് നമ്മുടെ ഷിയ ഹാങ് പിടികൂടിയത്. ഷിയ ഹാങ് ജിനിയാവോയുടെ മെന്ററാണ്. പക്ഷെ ഇപ്പോൾ ഷിയ ഹാങ്ങിനേക്കാൾ ശക്തനാണ് മാർക്ക്. അക്കാര്യം ജിനിയാവോക്ക് അറിയാം. ജിനിയാവോ അതുകൊണ്ട് തന്നെ സംശയത്തോടെ അവൻ്റെ അച്ഛനെ നോക്കിയതും ഷാങ്ഹായി അവനോട് പറഞ്ഞു, ഏയ് ഈ മാർക്ക് ഫെല്ലർ അവൻ നിൽക്കുന്ന ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കാനായി ബലമായിട്ട് ഒരു ശ്രമം നടത്തി. ആ ശ്രമം കഴിഞ്ഞപ്പോൾ അവൻ ശരിക്കും ക്ഷീണിതനായി വീണു. ആ സമയത്ത് ഷിയ ഹാങ് അവനെ പിടികൂടി ജിങ്ദു മാർഷൽ ആർട്സിൽ എത്തിച്ചത്. അത് കേട്ടപ്പോൾ ജിനിയാവോയ്ക്ക് ഒരു ആശ്വാസമായി. ഷിയ ഹാങ്ങിനേക്കാൾ താൻ മുകളിൽ എത്തിയെന്നുള്ള കാര്യം ജിനിയാവോയ്ക്ക് അറിയാം. ജിനിയാവോയ്ക്ക് മാർക്കിനെ പിടികൂടാനുള്ള കപ്പാസിറ്റി ഇല്ലെന്നുള്ള കാര്യവും ജിനിയാവോയ്ക്ക് അറിയാം. എന്നിട്ടും ഷിയ ഹാങ് മാർക്കിനെ പിടികൂടി എന്ന് കേട്ടപ്പോൾ ആദ്യം ഒരു കൺഫ്യൂഷൻ ജിനിയാവോയ്ക്ക് തോന്നിയതാണ്. ജിനിയാവോയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പെട്ടെന്ന് ഷാങ്ഹായി പറഞ്ഞു, പക്ഷേ ജിനിയാവോ, വേറൊരു വിഷയമുണ്ട്. ഈ മാർക്ക് മരിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജിങ്ഷയെ കൊന്നു. അച്ഛാ, ഏത്? ആ പർപ്പിൾ? അതെ അതെ, ആ പർപ്പിൾ റോബ്ദാരി ജിൻഷി തന്നെയാണ് കൊല്ലപ്പെട്ടത്. അച്ഛാ, അയാളെ 8th ലെവൽ മാർക്കിസ്റ്റ് അല്ലേ? അതെ ജിനിയാവോ, അവൻ 8th ലെവൽ മാർക്കിസ്റ്റ് ആണ്. പക്ഷേ ഈ മാർക്ക് ഫെല്ലർ അവന്റെ തല തകർത്ത് അവനെ കൊന്നിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ 8th ലെവൽ മാർക്കിസ്റ്റ് ആയ ജിൻഷിയുടെ തല തകർത്ത് അവനെ കൊന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ജിനിയാവോക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് പെട്ടെന്ന് ഒരു വല്ലാത്ത ഭയം ഉണ്ടാവുകയാണ്. അവൻ ഈ പൈറോയിലെ യങ്സ്റ്റേഴ്സിലെ നമ്പർ ഉണ്ടെന്ന് കരുതി അഹങ്കരിച്ചിരുന്ന ആളാണ്. അവനെ എന്ത് വേഗതയിലാണ് മാർക്ക് ഫെല്ലർ ഓവർടേക്ക് ചെയ്തിരിക്കുന്നത്. അവനിപ്പോഴും 3rd ലെവൽ നിൽക്കുന്നതേ ഉള്ളൂ. മാർക്ക് ഫെല്ലർ ഇതാ 8th ലെവൽ മാർക്കിസിനെ കൊന്നിരിക്കുന്നു. വിശ്വസിക്കാൻ വയ്യ. അച്ഛാ, ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യട്ടെ. ഒരു വല്ലാത്ത വാശി ജിനിയാവോയ്ക്ക് ഉണ്ടാവുകയാണ്. ഇതേ സമയത്ത് ഹാൻ കുടുംബത്തിൽ ഹാൻ വിൽമൗണ്ട് വല്ലാത്ത സന്തോഷത്തിലാണ്. അവന്റെ മനസ്സിൽ മാർക്ക് ഫെല്ലർ ശരിക്കും ഒരു ഭയമായി കടന്നുകൂടിയിരിക്കുകയാണ്. അന്ന് എമിലി ബ്ലാക്കിനെ വിവാഹം കഴിക്കാനായി അയാൾ എത്തിയ ദിവസം മാർക്ക് ഫെല്ലർ അവനെ പരാജയപ്പെടുത്തിയ ആ നിമിഷം മുതൽ അവൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അതിനുശേഷം മാർക്കിനെ കാണുമ്പോഴൊക്കെയും ഒരു ഭയം അവൻ അനുഭവപ്പെടുന്നുണ്ട്. ആ മാർക്ക് മരിച്ചാൽ മാത്രമേ അവന് ശരിക്കും ആശ്വാസം തോന്നും. ഹാൻ ഷിമിങ് മാർക്ക് ഫെല്ലറെ പിടികൂടിയ കഥയും അനുബന്ധ കഥകളൊക്കെ ഹാൻ വിൽമൗണ്ടിനോട് പറഞ്ഞപ്പോൾ വിൽമൗണ്ട് അവർ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഏയ് വിൽമൗണ്ട്, എന്താ ചെയ്യേണ്ടത്? അച്ഛാ, എനിക്ക് അവനൊന്ന് കാണണം. ഏയ് വിൽമൗണ്ട്, നീ എന്താ പറയുന്നത്? അച്ഛാ, അച്ഛനല്ലേ പറഞ്ഞത് എമിലിയുടെ നേരെ എതിരുള്ള മുറിയിലാണ് അവൻ ഇട്ടിരിക്കുന്നത്. അച്ഛാ, എനിക്ക് എമിലിയുടെ കൺമുന്നിലിട്ട് അവനെ ഒന്ന് ചവിട്ടി കൂട്ടണം. ഹേയ് വിൽമൗണ്ട്, നീ എന്തായി പറയുന്നത്? അച്ഛാ പ്ലീസ്, എങ്കിലേ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമം മാറിക്കിട്ടത്തുള്ളൂ. എമിലി ബ്ലാക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഹാൻ വിൽമൗണ്ടിനെ മാർക്ക് ഫെല്ലർ ചവിട്ടി കൂട്ടിയത്. അതിന് പ്രതികാരം ചെയ്യേണ്ടത് എമിലി ബ്ലാക്കിന്റെ മുന്നിൽ വെച്ചാണ്. എമിലി ബ്ലാക്ക് കണ്ടു നിൽക്കേ മാർക്ക് ഫെല്ലറെ ചവിട്ടി കൂട്ടണം. അതാണ് വിൽമൗണ്ടിന്റെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ ഒരു ചാൻസ് ഇതാ അവന് വന്നിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഏർലി സ്റ്റേജ് മാർക്യൂസിൽ നിന്ന് മിഡിൽ സ്റ്റേജ് മാർക്യൂസിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും അവന്റെ ഊർജ്ജം മുഴുവൻ നഷ്ടമായിട്ടുണ്ടാവും. അവനിപ്പോ മൃതപ്രായനായി കിടക്കുകയാണ്.
അവനെ ആ അവസ്ഥയിൽ ഉപദ്രവിച്ചാൽ വളരെ എളുപ്പമാണ് അവനെ കീഴടക്കാൻ. മൃതപ്രായരായി കിടക്കുന്ന മാർഫെല്ലറെ പുറത്ത് കയറുന്ന ചവിട്ടാൻ നല്ല രസമായിരിക്കും. ഹാൽ വിൻമൗണ്ടിന് അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വരികയാണ്. അവന്റെ മുഖത്തെ സന്തോഷം കണ്ടതും ഷിമിങ് അവനോട് പറഞ്ഞു, ഓക്കെ, അച്ഛൻ ഒന്ന് നോക്കട്ടെ. ഇതേ സമയത്ത് മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് ഈ വാർത്ത പരന്നു കഴിഞ്ഞു. മാർക്ക് ഫെല്ലർ പിടികൂടപ്പെട്ടുവെന്നും മാർക്ക് ഫെല്ലർ ഇപ്പോ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രിസണകത്താണെന്നുള്ള വാർത്തയ്ക്ക് വല്ലാത്തൊരു പ്രാധാന്യം ഉണ്ടാവുകയാണ്. സകലരും മാർക്കിന് അനുകൂലമായി സംസാരിക്കുകയാണ്. ശു, എന്തൊരു ജീനിയസ് ആയിരുന്നു മാർക്ക് ഫെല്ലർ. ആ മാർക്ക് ഫെല്ലറെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ കൊല്ലൂ, അതാണ് കാതലായ ചോദ്യം. ഇത്രയും ജീനിയസ് ആയ ഒരുത്തനെ അങ്ങനെ കൊല്ലാൻ വിടുന്നത് ശരിയാണോ? എൻ്റെ ഓർമ്മയിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വളർച്ച നേടിയ ഒരു മാർഷൽ ആർട്ടിസ്റ്റും വേറെ ഉണ്ടായിട്ടേയില്ല. അതും വളരെ ചുരുക്കം റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് വളർന്ന ഒരാൾ. മാർക്കിന്റെ പ്രത്യേകത അതാണ്. വളരെ ചുരുക്കം റിസോഴ്സസ് ആണ് മാർക്കിന് ഉണ്ടായിരുന്നത്. അതുപയോഗിച്ചാണ് മാർക്ക് വളർന്നു വന്നത്. ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളൊക്കെയും വൻതോതിൽ റിസോഴ്സസ് കൈകാര്യം ചെയ്യുന്നവരാണ്. അവര് ഒരു വളർച്ച നേടുന്നതിൽ ഒരു അതിശയവുമില്ല. പലതരത്തിലുള്ള കമന്റുകൾ ഇങ്ങനെ വരികയാണ്. കോങ് യാനിക്കും യാവോ മെങ്ങും ചൂ കുടുംബത്തിലെ സഹോദരന്മാരും യുവാൻ ഷോയും ഒക്കെ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അവർ പലർക്കും രണ്ട് മൈൻഡ് സെറ്റാണ്. യാവോ മെങ്ങിനും യുവാൻ ഷോയ്ക്കും ചൂ സഹോദരന്മാർക്കൊക്കെ മാർക്ക് ഫെല്ലറോട് ഇപ്പോൾ ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. അവനെ ജിങ്ദു മാർഷൽ അസോസിയേഷൻ പിടികൂടിയപ്പോൾ അവർക്കൊരു വിഷമം അനുഭവപ്പെടുകയാണ്. അതേസമയത്ത് കോങ് യാനിക്കിന് അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് അനുസരിച്ച്, മാർക്കിനുള്ള താല്പര്യം അനുസരിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി വരികയാണ്. പിറ്റേ ദിവസം ഏകദേശം വൈകുന്നേരം ഒരു 4 മണി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ജയിലിനകത്ത് മാർക്ക് ഫെല്ലറുടെ മുറിക്ക് പുറത്ത് നിൽക്കുകയാണ് സാക്ഷാൽ ക്യൂഷിനൻ. ക്യൂഷിനൻ മാർക്കിന്റെ ആ മുറിയിലെ കമ്പിയിലും തട്ടി, ഏ മാർക്ക്, ഏ മാർക്ക്, മാർക്ക്, മാർക്ക് എന്ന് ക്യൂഷിനൻ വിളിക്കുന്നത് മറുഭാഗത്തുള്ള സെല്ലിലെ എമിലി ബ്ലാക്ക് കേട്ടു. എമിലി പെട്ടെന്ന് കണ്ണുറന്നു. എമിലി കണ്ണുറന്ന് കണ്ടതും ക്യൂഷിനൻ എമിലിയോട് ചോദിച്ചു, ഹലോ മിസ് എമിലി, സുഖമല്ലേ? അത് കേട്ടതും ശരിക്കും ദേഷ്യം എമിലിയുടെ മുഖത്തേക്ക് ഇരച്ചു കയറി. എമിലി ക്യൂഷിനോട് ചോദിച്ചു, ഏയ് നിങ്ങളെന്താ മാർക്ക്, മാർക്ക് എന്നൊക്കെ പറയുന്നത്? ഓ എമിലി, നിന്നോട് ഞാൻ പറയാൻ വിട്ടുപോയി. നിന്റെ മാർക്ക് ഫെല്ലർ അവസാനം ഞങ്ങളുടെ പിടിയിലായി. മാർക്ക് നിങ്ങളുടെ പിടിയിലായിരുന്നു. എമിലിക്ക് വിശ്വാസം വരാതെയാണ് അവൾ അത് ചോദിച്ചത്. അവളുടെ ആ ചോദ്യം കേട്ടതും അവളുടെ മുന്നിൽ നിൽക്കുന്ന ക്യൂഷിനൻ ഒരു വശത്തേക്ക് മാറി. അതിനുശേഷം അയാൾ നേരെ എതിരുള്ള തടവറിലേക്ക് അയാളുടെ കൈ എന്ന് ചൂണ്ടി. എമിലിക്ക് ഇപ്പൊ ആ കാഴ്ച കാണാം. അകത്ത് ഒരു ചെറുപ്പക്കാരൻ കിടക്കുകയാണ്. ആ തടവറയിൽ നേരത്തെ ആളുണ്ടായിരുന്നില്ല. ആ തടവറയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട എമിലിയുടെ വാ ഇങ്ങനെ പൊളിഞ്ഞു വരികയാണ്. അവൾ അറിയാതെ ഉറക്കെ വിളിച്ചുപോയി, മാർക്ക്, മാർക്ക് എന്നുള്ള വിളി എമിലിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നതും അവിടെ ആ സെല്ലിൽ കിടക്കുകയായിരുന്ന മാർക്ക് ഫെല്ലർ ഒന്ന് അനങ്ങി. അവന്റെ കാതുകളിൽ എമിലിയുടെ ശബ്ദം പതിഞ്ഞതും അവൻ അക്ഷരാർത്ഥത്തിൽ ഒന്ന് വിറച്ചു എന്ന് പറയാം. ഈ കാഴ്ച കണ്ട ക്യൂഷിനന് വല്ലാത്തൊരു അതിശയം. ക്യൂഷിനൻ മാർക്ക് ഫെല്ലറെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ മാർക്ക് പതുക്കെ എണീക്കുകയാണ്. മാർക്ക് എണീക്കുന്നുണ്ടതും മറുഭാഗത്ത് നിന്ന് എമിലി ഉറക്കെ വിളിച്ചു, മാർക്ക്, മാർക്ക്. എമിലിയുടെ ശബ്ദം കേട്ടതും മാർക്ക് പെട്ടെന്ന് ചാടി എണീറ്റു. ചാടി എണീറ്റ് അവൻ ആ കമ്പിയിൽ അങ്ങനെ പിടിച്ചു. എമിലി, ഈ വിളിക്ക് ശരിക്കും സാക്ഷി ഇപ്പോ സാക്ഷാൽ ക്യൂഷിനാണ്. ക്യൂഷിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ മാർക്ക് ഫെല്ലറെ, എമിലി ബ്ലാക്കിനെ ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഏ മാർക്ക്, നീ എന്നോട് നന്ദിയുള്ളവനായിരിക്കണം. എമിലി, നീയും ഇപ്പോ നിനക്ക് മുഖത്തോട് പോകുന്ന നോക്കി സംസാരിക്കാൻ ഞാനൊരു ചാൻസ് തന്നില്ലേ? നിങ്ങളെ കവിതാക്കൾക്ക് ഇതിനേക്കാൾ വലിയൊരു ചാൻസ് ആരെങ്കിലും തരുമോ? ക്യൂഷനന്റെ ആ ചോദ്യം കേട്ടപ്പോ എമിലി ബ്ലാക്കിന്റെ ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. മാർക്ക് ഫെല്ലർ ക്യൂഷനെ ഒന്ന് തറപ്പിച്ച് നോക്കിയതും ക്യൂഷനൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഒരു കാര്യം മറന്നുപോയി. നിനക്ക് ഒരു സന്ദർശകനുണ്ട്, ഞാൻ അവനെ ഇങ്ങോട്ട് അയക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ക്യൂഷനൻ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് പോയി.
അയാൾ പ്രിസൺ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും മുഖത്തോട് നോക്കി നിൽക്കുകയാണ്. മാർക്ക് സോറി. ഹേയ് എമിലി എന്തിനാ സോറി പറയുന്നത്? മാർക്ക്, ഞാൻ കാരണമല്ലേ മാർക്ക് ഇവിടെ പിടിക്കപ്പെട്ടത്. മാർക്കിന് അറിയുമോ ഇവിടെ പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന്? എമിലി, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചു നീ ടെൻഷൻ അടിക്കണ്ട. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോ അടുത്ത സെല്ലുകളിലുള്ള ആളുകളൊക്കെ മാർക്ക് ഫെല്ലറെ കണ്ടു. അവരൊക്കെ മാർക്കിനെ നോക്കി കൈ കാണിക്കുകയാണ്. ഏയ് മാർക്ക്, മാർക്ക്. അങ്ങനെ മാർക്കിനോട് അവർ സംസാരിക്കുമ്പോൾ മുകളിൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രിസണിലേക്കുള്ള വാതിൽ തുറന്ന് ഹാൻ വിൽമൗണ്ടിനെ ക്യൂഷനൻ അകത്തേക്ക് വിട്ടു. ക്യൂഷനൻ വിൽമൗണ്ടിനോട് പറഞ്ഞു, നോക്ക്, പരമാവധി 15 മിനിറ്റ് അതിനകത്ത് മടങ്ങി വരണം. ഞാനിവിടെ പുറത്തുണ്ടാവും. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ജയിലിനകത്തുള്ള ആളുകളെ കാണാൻ സാധാരണഗതിയിൽ ആരെയും പ്രസിഡന്റ് ക്യൂഷനൻ അനുവദിക്കുന്നതല്ല. പക്ഷെ ഇവിടെ ഒരുപാട് ഓഫറൊക്കെ അയാൾക്ക് കിട്ടിയതുകൊണ്ടാണ് അയാൾ വിൽമൗണ്ടിന് ആ അവസരം കൊടുത്തത്. ഹാൻ വിൽമൗണ്ട് ക്യൂഷനോട് താങ്ക്സ് പറഞ്ഞിട്ട് താഴേക്ക് നടന്നു വരികയാണ്. അവൻ താഴെ നടന്നെത്തുമ്പോൾ എമിലി ബ്ലാക്കും മാർക്ക് ഫെല്ലറും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതാണ് അവൻ കണ്ടത്. രണ്ടുപേരെയും കണ്ടതും അവൻ ഒന്ന് ചിരിച്ചു. ഹേയ് മാർക്ക് ഫെല്ലർ, സുഖമല്ലേ? അങ്ങനെ ചോദിച്ച വിൽമൗണ്ട് എമിലി നോക്കി ഒന്ന് ചിരിച്ചു. ഏയ് എമിലി, ഞാൻ നിനക്ക് ഒരു വാക്ക് നൽകിയിരുന്നു. നീ അത് മറന്നു കാണില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നിന്റെ മുന്നിലിട്ട് ഞാൻ ഇവനെ തല്ലുവന്നു. നിനക്ക് അത് കാണാൻ ആഗ്രഹമുണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ട് വിൽമൗണ്ട് ആ സെല്ലിന്റെ അടുത്ത് നിൽക്കുകയായിരുന്ന ജീവനക്കാരോട് പറഞ്ഞു, ഇതൊന്ന് തുറന്നേ. നേരത്തെ തന്നെ ക്യൂഷനൻ നിർദ്ദേശം കൊടുത്തിരുന്നുകൊണ്ട് ആ ജീവനക്കാർ ആ സെല്ലൊന്ന് തുറന്നു. സെല്ല് തുറന്നതിന് ശേഷം ജീവനക്കാർ വിൽമൗണ്ടിനോട് പറഞ്ഞു, സർ, പരമാവധി 15 മിനിറ്റ്, അതാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം. ഞങ്ങൾ മൂടി നിൽക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ആ ജീവനക്കാർ നടന്ന് മുകളിലേക്ക് പോയി. മാർക്ക് ഫെല്ലർ ആ സെല്ലിനകത്താണ്. സെല്ലിനകത്തുള്ള മാർക്ക് ഫെല്ലറെ കാണാനായി വിൽമൗണ്ട് അകത്തേക്ക് കടന്നു. ഏയ് എമിലി, നിന്റെ ഈ മാർക്ക് ഫെല്ലർ വെറും ഒരു ചവറാണ്. ഇവനെ നീയാണ് വലിയ കാര്യമായി കണ്ടത്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ കൈ നിവർത്തി ഒരു ഒറ്റയിടി. മാർക്ക് ഫെല്ലർ തികച്ചും ക്ഷീണിതനാണെന്ന് നന്നായി അറിയാവുന്ന വിൽമൗണ്ട് ഒറ്റയിടിക്ക് മാർക്കിനെ തള്ളിയിടാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. എമിലിയുടെ ആ വിവാഹ നിശ്ചയത്തിന് മുന്നേ തന്നെ ഹാഫ് സ്റ്റെപ്പ് മാർക്യൂസ് ആയ ആളാണ് ഹാൻസ് വിൽമൗണ്ട്. ആ ഹാൻസ് വിൽമൗണ്ട് ആണ് തന്റെ ശക്തി മുഴുവൻ കയ്യിലേക്ക് കൊണ്ടുവന്ന് മാർക്ക് ഫെല്ലറെ ആഞ്ഞടിച്ചത്. മാർക്കിനെ അതിശക്തമായി ആഞ്ഞടിച്ച വിൽമൗണ്ടിന്റെ മുഖം ഒന്ന് മങ്ങി. അതിശക്തമായി മാർക്കിനെ ഇടിച്ച കൈ അവന് പിൻവലിക്കാൻ പറ്റുന്നില്ല. മാർക്ക് കൂളായിട്ട് കൈ പിടിച്ചിരിക്കുകയാണ്. മാർക്കിനെ ഇടത് കൈക്കകത്തായിപ്പോയി അവന്റെ വലത് കൈ അവൻ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല. മാർക്ക് കൈവിട്, കൈവിട്. അങ്ങനെ ഹാൻസ് വിൽമൗണ്ട് പറഞ്ഞതും മാർക്ക് ആ കൈ ഒന്ന് ബലം പ്രയോഗിച്ചൂടെ. ഇടത് കൈ കൊണ്ട് മാർക്ക് ആ മുഷ്ടിയിൽ ബലം പ്രയോഗിച്ചപ്പോൾ ശരിക്കും ഒരു പെയിൻ അവന്റെ ആ റിസ്റ്റിലൂടെ മുകളിലേക്ക് പതുക്കെ പടരുകയാണ്. ഹാൻ വിൽമൗണ്ട് അലറാൻ തുടങ്ങി. വിട് വിട് മാർക്ക്, വിട് വിട്. ശരിക്കും കരയുന്ന ഹാൻ വിൽമൗണ്ടിനെ മാർക്ക് പിടിച്ചൊരൊറ്റ വലി. വിൽമൗണ്ട് ഒരു ശബ്ദത്തോടെ താഴെ വീണതും മാർക്ക് കാലുയർത്തൊരു ഒറ്റ ചവിട്ട് അവന്റെ വലത് കാൽമുട്ട് ക്ലിങ് എന്ന ശബ്ദത്തോടെ പൊട്ടി. മാർക്ക് അവനെ വീണ്ടും എടുത്തു പോക്കി. ആ ഗ്രില്ലിലേക്ക് ചാരി വെച്ചിട്ട് മാർക്ക് വലത് കീഴും ഒരു ഒറ്റയടി. അടിയേറ്റവന്റെ തല ഒന്ന് ചരിഞ്ഞതും മാർക്ക് ഇടത് കീഴും ഒരടി. ആ അടിയേറ്റതും അവന്റെ തല മറുവശത്തേക്ക് ചരിഞ്ഞു. മാർക്ക് പിന്നെ അടിക്കുകയാണ്. എടാ, ആരാടാ ചവറ്? ഞാനാണോ നീയാണോ? മാർക്ക് സിമ്പിളായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. മാർക്ക് ഫെല്ലർ ചവറാണെന്നാണ് അവൻ എമിലി ബ്ലാക്കിനോട് പറഞ്ഞത്. ഇതാ ആ എമിലി ബ്ലാക്കിനെ മുന്നിലിട്ട് മാർക്ക് അവനെ പൊതിരെ തല്ലിക്കൊണ്ട് അവനോട് ചോദിക്കുകയാണ്, ആരാണ് ചവർ? മാർക്ക്, നീ ആരെയാണ് തൊടുന്നത് അറിയാവോ? അടി കിട്ടുമ്പോഴും അവനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് പിന്നീട് അവനോട് ചോദ്യങ്ങൾ നിർത്തിയിട്ട് അവനെ കവിളിൽ ആടിയ തുടങ്ങി. ആ ഗ്രില്ല് ചാരി നിർത്തി മാർക്ക് തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ ടപ് ടപ് ശബ്ദം ശരിക്കും അങ്ങ് മുകളിൽ കേൾക്കാം. വാതിലിന് പുറത്ത് നിൽക്കുന്ന ആ ഗാർഡുകളും ക്യൂഷനൊക്കെ അത് കേട്ട് ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ ഹാൻ വിൽമൗണ്ട് ഒരു പരുവമാക്കുകയാണെന്ന് അത് കേട്ടപ്പോൾ ക്യൂഷന് ഉറപ്പായി. ഹാൻ വിൽമൗണ്ടിനെ അകത്തേക്ക് വിട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാണ്
ക്യൂഷനിൽ ഇടയ്ക്ക് വാച്ചിൽ നോക്കുന്നുണ്ട്. ഇനി പരമാവധി 5 മിനിറ്റ് കൂടിയേ വിൽമോണ്ടിനെ അകത്ത് നിർത്താവൂന്ന് അയാൾ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. കൂടുതൽ നേരം വിൽമോണ്ടിനെ അകത്ത് നിർത്തിയാൽ അവൻ ചിലപ്പോൾ മാർക്കിനെ തല്ലിക്കൊല്ലും. അത് വലിയ പുലിവാലാവും. അതുകൊണ്ട് അയാൾ കൊടുത്ത സമയം കഴിയാൻ വേണ്ടി അയാൾ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറുടെ അടിയേറ്റ് ശരിക്കും നിസ്സഹായനായ വിൽമൗണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനാണ് ചവറ്, പ്ലീസ് ഇനി എന്നെ തല്ലരുത്. ആ ഡയലോഗ് പറഞ്ഞതും മാർക്ക് അവന്റെ തല പിടിച്ച് ആ ഗ്രില്ലിലൂടെ ഒന്ന് ഉരച്ചു. ശരിക്കും അവന് തലയെ പിടിച്ച് മാർക്ക് ആ ഗ്രില്ലിൽ അവനെങ്ങനെ ഉരയ്ക്കുമ്പോൾ മറുഭാഗത്ത് ഗ്രില്ലിനപ്പുറത്തുള്ള എമിലി ബ്ലാക്കിന്റെ കണ്ണുകളിൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പുഞ്ചിരിയുണ്ട്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവൾ കാണുന്നത്. ഹാൻ വിൽമൗണ്ട് ഹാൻ കുടുംബത്തിന്റെ വലിയ സംഭവമാണ്. അവനെ ഇത് പട്ടിയെ തല്ലും പോലെ അവരുടെ മുന്നിലിട്ട് മാർക്ക് തല്ലുകയാണ്. ഇടത് കൈകൊണ്ട് മാർക്ക് അവന്റെ തല പിടിച്ച് ആ ഗ്രില്ലിലൂടെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള സെല്ലിലുള്ള ആളുകളൊക്കെ വല്ലാത്ത കൗതുകത്തോടെ കാഴ്ച കാണുകയാണ്. അവർക്ക് പലർക്കും ഹാൻ വിൽമൗണ്ടിനെ അറിയാം. ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി കണക്ഷനുള്ള ഹാൻ കുടുംബം എല്ലാവരും അറിയുന്ന കുടുംബമാണ്. അവിടുത്തെ ആ യങ് മാസ്റ്റർ ഇത് ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയമായപ്പോൾ 15 മിനിറ്റായി. 15 മിനിറ്റ് ആയതും ക്യൂഷനൻ ചിരിച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. അയാള് ചിരിച്ച് മാർക്കിന്റെ സെല്ലിനടുത്തെത്തി. മാർക്ക്, ഈ വിൽമൗണ്ട് നിന്നെ ശല്യം ചെയ്തില്ലല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അയാൾ സെല്ലിലേക്ക് നോക്കുമ്പോൾ അയാൾ കാണുന്നത് മുട്ടുകുത്തി മാർക്കിനോട് തൊഴുകയോട് മാപ്പ് പറയുന്ന വിൽമൗണ്ടിനെയാണ്. വിൽമൗണ്ടിന്റെ 2 കാലും ചവിട്ടി ഓടിക്കപ്പെട്ടിരിക്കുകയാണ്. അവന് എണീക്കാൻ പറ്റുന്നില്ല. അവന്റെ മുഖം അടികൊണ്ട് പൊട്ടിയിരിക്കുകയാണ്. 2 കവിളിൽ നിന്നും ചോര ഒലിക്കുകയാണ്. മൂക്കാണെങ്കിൽ പന്നിയുടെ മൂക്ക് പോലെ ആയിരിക്കുകയാണ്. ആ മൂക്കാണ് മാർക്ക് ആ കമ്പി കൊണ്ട് ഉരച്ചത്. ആ കാഴ്ച കണ്ട ക്യൂഷന് എന്ത് പറയണം എന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ക്യൂഷൻ ഉടൻ തന്നെ പുറകെ നിൽക്കുന്ന ജീവനക്കാരെ അവിടേക്ക് വിളിച്ച് വിൽമൗണ്ടിനെ പുറത്തെടുത്തു. വിൽമൗണ്ട് ശരിക്കും കരയുകയാണ്. വിൽമൗണ്ടിനെ ബോഡി ഗാർഡുകൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ക്യൂഷനൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്താ കാണിച്ചെന്നറിയാവോ? ക്യൂഷനൻ, എന്നെ ഈ സെല്ലിനകത്തേക്ക് ഒരാളെ കടത്തി വിടുന്നതിന് മുന്നേ നീ അവർക്ക് വാണിംഗ് കൊടുക്കേണ്ടതല്ലേ? വ്യക്തമായ ചോദ്യമാണ് മാർക്ക് ഫെല്ലർ ചോദിക്കുന്നത്. മാർക്ക് ഫെല്ലറെ കൊല്ലാൻ കൊണ്ടിട്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ഒരാളെ കടത്തിവിടുമ്പോൾ ഉറപ്പായും അനുഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചന കൊടുക്കുന്നത് നല്ലതാണ്. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും ക്യൂഷനൻ ദേഷ്യത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൂടിയാൽ 2 ദിവസം, അതിനിടയിൽ നിനക്കെതിരെയുള്ള ഓർഡർ വരും. അത് വന്നാൽ നിന്നെ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കും. ക്യൂഷനൻ, ഞാൻ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തിറങ്ങിയാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം ശരിക്കും മുഴക്കമുള്ള ശബ്ദത്തിലാണ്. ആ ജയിലിനകത്തുള്ള പല മുറികളിലെ ആളുകൾക്ക് ആ ശബ്ദം കേൾക്കാം. മാർക്ക് ചോദിക്കുന്നത് ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ക്യൂഷനോടാണ്. ആ ചോദ്യം കേട്ട് ദിശയിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ തിരിയുമ്പോൾ ക്യൂഷനൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. നിന്നെ ഞാൻ കൊല്ലും. ക്യൂഷനൻ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? മാർക്ക് വീണ്ടും അങ്ങനെ ചോദിച്ചതും ക്യൂഷന് ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തു. അയാൾ തിരിഞ്ഞ് എമിലിയെ നോക്കിയതും എമിലി ക്യൂഷനോട് പറഞ്ഞു, മിസ്റ്റർ ഷിനൻ, ദയവായി നിങ്ങൾ മാർക്കിനെ വെറുതെ വിടണം. മാർക്കിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എമിലി ബ്ലാക്ക് വല്ലാത്തൊരു അവസ്ഥയിലാണ്. അവൾക്ക് ഈ ലോകത്ത് ഇനി ആകെയുള്ളത് മാർക്ക് ഫെല്ലറാണ്. ആ മാർക്ക് ഫെല്ലറുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ തന്നെ ബലി കൊടുക്കാൻ തയ്യാറാണ്. അവളുടെ സർവസ്വവും ക്യൂഷനൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് കൊടുക്കാമെന്ന് ക്യൂഷനോട് പറഞ്ഞപ്പോൾ ക്യൂഷനൻ ഒരു നിമിഷം നിശബ്ദനായി എമിലി തന്നെ നോക്കി നിന്നിട്ട് എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, നിന്റെ ഗ്രാൻഡ് ഫാദർ എംപറർ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ജീവിച്ചിരുന്നപ്പോൾ ഇത്തരൊരു ആവശ്യം നീ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ നിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തനെ. ഇപ്പോ കാര്യം അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് സോറി, എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. ക്യൂഷൻ അത് പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, ഇവനോടൊന്നും അങ്ങനെ അപേക്ഷിക്കാതെ, അതിനൊന്നും വേണ്ടിയുള്ള യോഗ്യത ഇവനില്ല. ഈ തെമ്മാടിയെ
ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും, നീ കണ്ടോ? ശരിക്കും മരണം തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുകയാണെന്നുള്ള കാര്യം മാർക്ക് ഫെല്ലർക്ക് അറിയാമായിരുന്നിട്ടും മാർക്ക് അങ്ങനെ പറയുന്നു കേട്ടതും ക്യൂഷന്റെ മുഖത്തൊരു കൗതുകം. ക്യൂഷൻ കൗതുകത്തോടെ മാർക്കിനെയും എമിലിയെ നോക്കിയിട്ട് അവരോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങളെ എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എനിക്ക് മനസ്സിലാകാത്ത ഒരു ജീവിതം നയിക്കുന്നവരാണ്. എമിലി ഈ ജയിലിൽ കിടക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, നീ ഇപ്പൊ ഈ ജയിലിൽ കിടക്കുന്നത് ഇവക്ക് വേണ്ടിയുമാണ്. രണ്ടുപേരുടെയും ഈ മൈൻഡ് സെറ്റാ എനിക്ക് മനസ്സിലാകാത്തത്. ക്യൂഷനൻ അത് പറഞ്ഞതും മാർക്ക് ക്യൂഷനോട് ചോദിച്ചു, ഏയ് ക്യൂഷനൻ, നിങ്ങള് സത്യത്തിൽ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? മാർക്ക് അങ്ങനെ ഡയറക്റ്റായി ചോദിച്ചപ്പോ ക്യൂഷൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്ന് ചോദിച്ചാൽ ഷിനൻ, നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുകയോ പ്രണയിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കില്ല. ഞങ്ങളുടെ ലൈഫല്ല ഞങ്ങൾക്ക് പ്രധാനം, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ജയിലിൽ എത്തിയിരിക്കുന്നത്. നിനക്ക് പക്ഷേ അത് മനസ്സിലാകില്ല. ക്യൂഷനോട് മാർക്ക് എങ്ങനെ പറഞ്ഞതും ക്യൂഷനൻ മാർക്ക് ഫെല്ലറെയും എമിലി ബ്ലാക്കിനെയും ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തത് എൻ്റെ കുഴപ്പമായിരിക്കും. സത്യം ഞാൻ പറയാം, ഞാൻ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ലെന്നല്ല, ഞാൻ ആരെയും സ്നേഹിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സ്നേഹം, കരുതൽ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മാർക്ക്, ഓർഡർ എത്തിയാൽ നിന്നെ ഞങ്ങൾ കൊല്ലും. അത് കേട്ടതും മാർക്ക് വീണ്ടും ആ ചോദ്യം അവനോട് ചോദിക്കുകയാണ്. ക്യൂഷനൻ, ഞാൻ അവസാനമായി നിന്നോട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മാർക്ക് ഫെല്ലർ വീണ്ടും വീണ്ടും ആ ചോദ്യം ചോദിച്ചപ്പോൾ ക്യൂഷനന് ഒരു ആളലുണ്ടാവുകയാണ്. ക്യൂഷനൻ മാർക്കിനെ നോക്കിയിട്ട് സാവധാനം ഗേറ്റിലേക്ക് നടന്നു. ഈ കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.